സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ 15th August 1947 ആണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. 15th August 1947 ആണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എഫക്ട് കാരണം, ഈ രണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും സെക്കൻഡ് വേൾഡ് വാറിന്റെ എഫക്ട് കാരണം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം. ബിക്കോസ് ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഇൻ ഇന്ത്യ. ഇവിടെ സ്ഥിതി നമ്മുടെ ഭരണത്തിനെതിരെയുള്ള ഈ പ്രതിഷേധം കൂടുതൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേറിയസ് ക്വാർട്ടേഴ്സ് നിന്ന് വരുന്നുണ്ട്. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്നും പ്രതിഷേധം വരുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ പ്രതിഷേധം വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ തീവ്രവാദികളുടെ തീവ്രവാദികൾ കാരണം ആ പ്രതിഷേധം കൂടുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ടാം ലോകമായതും സെക്കൻഡ് വേൾഡ് വാർ കാരണം മാൻ പവറും റിസോഴ്സസും അതിന്റെ ഷോർട്ടേജ് വന്നു ഇംഗ്ലണ്ടില്. ഷോർട്ടേജ് ഓഫ് മാൻ പവർ ആൻഡ് റിസോഴ്സസ്. അപ്പം മൊത്തത്തില് ഇന്ത്യയിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. സോ അതിന് വരുന്നതിന് മുന്നേ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് they took a leading role in mobilizing the people. അവരെ ഓർഗനൈസ് ചെയ്തു. ആദ്യം സ്വരാജ് ആയിരുന്നു, സെൽഫ് റൂൾ ആയിരുന്നു അവർ ചോദിച്ചത്. സ്വരാജ് സെൽഫ് റൂൾ അവർ തരത്തില്ല എന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യൻസിന് തരത്തില്ല എന്ന് മനസ്സിലായപ്പോൾ they asked for പൂർണ്ണ സ്വരാജ് ഓ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അവിടെ നിന്നാണ് സിവിൽ ഡിസൊബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്സ് എല്ലാം വന്നത്. പിന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ജനങ്ങൾക്കിടയിൽ കുത്തുതിരിപ്പ് ഉണ്ടാക്കി. ഇവൻച്വലി ഇറ്റ് ലെഡ് ടു പാർട്ടിഷൻ. ഇന്ത്യ, പാകിസ്ഥാൻ തന്നെ രണ്ടും, വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാൻ. ആ ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നെ ബംഗ്ലാദേശ് ആയത്. മതത്തിന്റെ പേരിൽ കുത്തിരിപ്പുണ്ടാക്കി നമ്മൾ ഒരു എൻഡ് സ്റ്റേജിലെത്തുവാണ്. ഒരു ഡെമോക്രാറ്റിക് നേഷന്, ഒരു മോഡേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് ആദ്യം വേണ്ടത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെറ്റ് ചെയ്തു. ഒരു ഇന്റേം ഗവൺമെന്റ് 1946 മറ്റേ പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഇന്റേം ഗവൺമെന്റ് സെറ്റ് ചെയ്തു. ഹെഡ് ഓഫ് ദി ഇന്റേം ഗവൺമെന്റ് വാസ് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന് മെജോറിറ്റി കിട്ടി. കോൺഗ്രസിന്റെ ലീഡർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ ജവഹർലാൽ നെഹ്റു ബിക്കേം ദ ഹെഡ് ഓഫ് ദി ഇന്റേം ഗവൺമെന്റ്. അപ്പൊ ഇത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. 15th August 1945 കഴിഞ്ഞപ്പം ദ ഫസ്റ്റ് വേൾഡ് വാർ had ended. ഇനി അടുത്ത 1-2 വർഷത്തിലാണ് ഈ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു നീക്കങ്ങൾ നടക്കുന്നത്. So the formation of the Indian Union can be traced back to the foundation of the interim government in India. ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആണ്. ഇറ്റ് വാസ് ടാസ്ക്ഡ് ടു അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു എൻ ഇൻഡിപെൻഡന്റ് നേഷൻ. ഒരു കൊളോണിയൽ ടെറിട്ടറിയിൽ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് നേഷനിലോട്ട് ആ ഒരു ട്രാൻസിഷനെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു ഇന്റേം ഗവൺമെന്റ് വന്നത്. എന്നിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടുന്നവരെ ഈ ഇന്റേം ഗവൺമെന്റ് വുഡ് ബി ഇൻ ഓഫീസ്. ദെൻ ദി ഇന്ത്യൻ ഡൊമിനിയൻ വുഡ് ബി ക്രിയേറ്റഡ്. ഈ ഡൊമിനിയൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ഓഫ് ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ ദ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്, ആ സമയത്ത് ക്വീൻ എലിസബത്ത് ആയിരുന്നു, ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് വുഡ് ബി ദ നോമിനൽ ഹെഡ്. ഇപ്പം പ്രസിഡന്റ് നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തിലാണ് ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് അവിടെ ആ ഒരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ദ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ഒരു സെമി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണ്. സോ ഇപ്പം ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് ഇവരൊക്കെ ഡൊമിനിയൻസ് ആണ്. അവർ ഇൻഡിപെൻഡന്റ് നേഷൻസ് ആണ്, പക്ഷെ അവർ ഡൊമിനിയൻസ് ആണ് ഗ്രേറ്റ് ബ്രിട്ടന്റെ. സോ ഇന്ത്യ 1950 വരെ ഡൊമിനിയൻ ആയിരുന്നു. പാകിസ്ഥാൻ 56 വരെ, ശ്രീലങ്ക 72 വരെ. 72 ശ്രീലങ്കയുടെ പേര് ശ്രീലങ്ക എന്നായത്. അതിന് മുന്നേ ഇറ്റ് വാസ് സിലോൺ. 15th August 19 and Dominion was created. സോ 1946 അസംബ്ലി ഇലക്ഷൻസിൽ ഇന്റേം ഗവൺമെന്റ് വാസ് ഫോംഡ് ആൻഡ് അവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. കോൺഗ്രസിന് ഓൾമോസ്റ്റ് 200 സീറ്റ് കോൺഗ്രസ് ജയിച്ചു. 296 സീറ്റ്സിൽ കോൺഗ്രസ് വൺ 200 സീറ്റ്സ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ഖൈബർ പാക്തുൻഖ്വ അല്ലെങ്കിൽ പഴയ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്,
ആ റീജിയനിൽ കോൺഗ്രസിന് മെജോറിറ്റി കിട്ടി. അത് മുസ്ലിം മെജോറിറ്റി റീജിയൻ ആയിട്ട്. ഉത്തർപ്രദേശിലും സിന്ധിലും, ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സിന്ധിലും കോൺഗ്രസിന് നല്ലോണം പെർഫോം ചെയ്ത് അവിടെ കുറെ സീറ്റ് അവിടെ കിട്ടി. ഈ മുസ്ലിം ലീഗ് ജയിച്ചത് ആകെ 78 സീറ്റാണ്. അത് മോസ്റ്റ്ലി ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ. ബംഗാൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശും പാകിസ്ഥാൻ പഞ്ചാബിലാണ് അവരെ സീറ്റ് ജയിച്ചത്. 4 സീറ്റ്സ് വേക്കന്റ് ആയിരുന്നു ബിക്കോസ് 6 റിഫ്യൂസ് ടു ജോയിൻ ദി അസംബ്ലി. കോൺഗ്രസ് ആണ് മെജോറിറ്റി, ജവഹർലാൽ നെഹ്റു ആണ് ലീഡർ. രാജേന്ദ്ര പ്രസാദ് അതിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നിയമിച്ചത്, ഹെഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ് ചെയ്തു. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആവണം എന്നായിരുന്നു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. 13 ഡിസംബർ 1946 ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് അഡോപ്റ്റ് ചെയ്തു. സോ ഈ റെസൊല്യൂഷൻ എന്താ പറയുന്നത്? ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്ത ഈ റെസൊല്യൂഷൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യ is a sovereign and independent republic. India will comprise the territories of the British Raj, princely states, and the regions which opt to choose in the Indian Dominion. Princely states ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, they can continue to be independent. അവർ ഇൻഡിപെൻഡന്റ് അല്ലായിരുന്നു, ബ്രിട്ടീഷ് എംപയറിന്റെ വാസൽസ് ആയിരുന്നു. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവർക്ക് ഓപ്ഷൻ കൊടുത്ത് യു ക്യാൻ ബി ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ യു ക്യാൻ ഈദർ ചൂസ് ടു ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ. ഈ 3 ഓപ്ഷൻസ് ആണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുത്തിരുന്നത്. The constitution, its power and authority shall derive from the people. ജനങ്ങളിൽ നിന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന് പവർ കിട്ടുന്നത്, അതോറിറ്റി കിട്ടുന്നത്. The resolution agreed to protect the rights and needs of minorities. ഇന്ത്യയിലുള്ള എല്ലാ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്ലോസസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവും. അത് പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. All territories and their people shall be provided justice, equality and freedom. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലോട്ട് കയറ്റി. ആൻഡ് ദീസ് ഒബ്ജക്റ്റീവ്സ് ബിക്കെയിം ദ കോർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചില ആൾക്കാർ പറയും സെക്യുലറിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി 1970-കളിലാണ് കയറ്റിയത്. പക്ഷെ അതല്ല. ആ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യ ആസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഓൾറെഡി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയാതെ ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റായിട്ട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്ത്യ ഒരു സെക്യുലർ റിപ്പബ്ലിക് ആവണമെന്ന്. ബിക്കോസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ആദ്യത്തെ ക്ലോസിൽ തന്നെ അതുണ്ട്. അത് എടുത്തു പറഞ്ഞത് ഒരു ഫോർമാലിറ്റിയാണ് 1970s. 1970 അത് എടുത്തു പറഞ്ഞത് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. പക്ഷെ ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് ഉണ്ട്. ഞാനിതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാറേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നൗ കണ്ടിന്യൂയിങ്. സോ പറഞ്ഞ പോലെ ഓൾറെഡി ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് ആണെന്ന് പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ആദ്യത്തെ ക്ലോസിൽ തന്നെ. ഈ ആരോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഹിസ്റ്ററി പ്രൊഫസർ പറഞ്ഞതാണ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ ഇടങ്കൈയും വലങ്കൈയായിരുന്നു മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭ. ബിക്കോസ് ഐക്യം, നമ്മുടെ ഇന്ത്യ എല്ലാം യുണൈറ്റഡ് ആയിട്ട് പോവാൻ ശ്രമിക്കുമ്പം ആ സ്വാതന്ത്ര്യ സമരം അകത്തു നിന്നും പുറത്തു നിന്നും കുളം തോണ്ടാൻ ശ്രമിച്ച 2 വർഗീയ ഓർഗനൈസേഷൻസ് ആണ്. ഇതിനകത്ത് ഡയറക്റ്റ് ഒരു എന്താ പറയുന്ന ഇൻവോൾവ്മെന്റ് മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നുണ്ട്. മുസ്ലിം ലീഗ് ആദ്യം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടെയാണ് നിന്നത്. പിന്നെ മുസ്ലിം ലീഗിൽ നിന്നുള്ള സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ സെക്യുലർ മൈൻഡഡ് പോളിറ്റീഷ്യൻസ് കോൺഗ്രസിലോട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ കൺസർവേറ്റീവ് റൈറ്റ് വിങ് സമീന്ദാർസ് ആയിരുന്നു. ആ സമീന്ദാർസ് ആണ് ആ വർഗീയ വിഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയിൽ കുത്തി വെക്കാൻ നോക്കിയത്. സോ while Indian leaders were busy drafting the core of the constitution, the Muslim League's demand for Pakistan became more persistent. However, the Congress did not want the subcontinent to be divided.
To achieve the demand for a separate nation of Pakistan, the League declared August 19, 1946 to be Direct Action Day. 1946 ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ എങ്ങനെ വന്നാലും ഏത് മാർഗം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് പാർട്ടിഷൻ റൈറ്റ്സ് തുടങ്ങുന്നത്. കൽക്കട്ടയിൽ നിന്നാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ജിന്ന പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണ് പാർട്ടിഷൻ റൈറ്റ്സ് തുടങ്ങുന്നത്. ഒരു സൈഡിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റു സൈഡിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഹിന്ദു മഹാസഭയുണ്ട്. അപ്പം ഇറ്റ് വാസ് ഒരു എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയായിരുന്നു. ഒരു സൈഡിൽ ഒരു റൈറ്റ് ഉണ്ടാകുമ്പോൾ അതിന് മറുപടിയായിട്ട് വേറൊരു ഏരിയയിലെ റൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഇതൊരു കാട്ടുതീ പോലെ പടർന്നു. അന്നത്തെ വൈസ്രോയ് ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൻ. സോ മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ ഹി വാസ് ഓൺലി 46-47 ഇയേഴ്സ് ഓൾഡ്. കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു മറ്റുള്ള വൈസ്രോയ്സ് വെച്ച് നോക്കുമ്പോൾ. 1945 ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വെച്ചാൽ അവരുടെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ അവർക്ക് ജനറൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടില്. അതിൽ ചർച്ചിൽ തോറ്റിട്ട് ലേബർ പാർട്ടിയിൽ ക്ലെമന്റ് ആറ്റ്ലി ആണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത്. ക്ലെമന്റ് ആറ്റ്ലി he did not want to remain in India. He did not want to remain in India. അതുകൊണ്ട് he tasked Mountbatten, the last viceroy of India, to smoothen the process of Indian independence. So the viceroy thought of two ways to control the violence: by employing the British Indian Army and entrusting the government authority to Congress and Muslim League to form a coalition government. The viceroy persuaded Nehru to form an interim government. He was asked to keep 5 quota seats reserved for the Muslim League. So initially Muslim League ഈ interim government join ചെയ്തില്ല. പക്ഷെ അവർ ജോയിൻ ചെയ്തത് ഇന്റേം ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കയറി ജോയിൻ ചെയ്തു. സോ നെഹ്റു വാസ് വില്ലിംഗ്, ഓക്കെ മുസ്ലിം ലീഗ് വന്ന് നമുക്കൊരു കോalition ഗവൺമെന്റ് ഫോം ചെയ്ത് ഈ വയലൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ബാക്കി ചർച്ചയിലോട്ട് നമുക്ക് പോവാം. പക്ഷെ മുസ്ലിം ലീഗ് കയറി വന്നത്, ജിന്ന ഇതിനകത്ത് കയറി വന്നത് ഈ ഇന്റേം ഗവൺമെന്റ് കൊളന്നുകൊണ്ട് തന്നെ. February 20, 1947 ആറ്റ്ലി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലോട്ട് വിട്ടു. മൗണ്ട് ബാറ്റൻ പറഞ്ഞു നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം, ക്യാബിനറ്റ് മിഷനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ക്യാബിനറ്റ് മിഷനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. And he also demanded the resignation of the Muslim League from the Constituent Assembly. നിങ്ങൾ ഇന്റേം ഗവൺമെന്റിൽ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രിട്ടീഷ് ഡിസൈഡ് ടു ക്വിറ്റ് ഇന്ത്യ ഓൺ എ ഫിക്സ്ഡ് ഡേ. മൗണ്ട് ബാറ്റൻ പറഞ്ഞത്, മൗണ്ട് ബാറ്റൻ പ്ലാൻ ഉണ്ടായിരുന്നു, അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അതാണ് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയത്. കോൺഗ്രസും ജിന്നയും അത് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. 2 ജൂൺ 1947 അക്സെപ്റ്റ് ചെയ്തു. അത് 3 ജൂൺ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടത്. The purpose of the British government was neither to frame an ultimate institution nor to interrupt the functioning of the existing Constituent Assembly. The constitution framed by the Constituent Assembly could not be applied to the places unwilling to join the Indian domain. It was therefore necessary to ascertain the wishes of the people. The Congress and the Muslim League accepted the 3 June plan. ജനങ്ങളുടെ സമ്മതത്തിലൂടെ മാത്രം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കോൺഗ്രസും മുസ്ലിം ലീഗ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എക്സ്ട്രീമിസ്റ്റ് ഹിന്ദുസും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എക്സ്ട്രീമിസ്റ്റ് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ ഫോളോ ചെയ്ത് വന്നതാണ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. സോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ ബേസിക് ഇതായിരുന്നു ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ ടു ദ ന്യൂ ഗവൺമെന്റ്. 2 ഡൊമീനിയൻസ് സെറ്റപ്പ് ചെയ്തു, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓൺ 15 ഓഗസ്റ്റ് 1947 എന്ന് വെച്ചാൽ 14 ഓഗസ്റ്റ് 1947 മിഡ് നൈറ്റിൽ വെസ്റ്റേൺ പഞ്ചാബ്, ഈസ്റ്റേൺ ബംഗാൾ, സിന്ധ് ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് ജോയിന്റ്ലി നോൺ ആസ് പാകിസ്ഥാൻ. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ വെസ്റ്റേൺ പഞ്ചാബിൽ മാത്രം യുനാനിമസ് ആയിട്ട് മുസ്ലിം ലീഗിന് സപ്പോർട്ട് ഉള്ളായിരുന്നു. ഈസ്റ്റേൺ ബംഗാളിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് യുനാനിമസ് അല്ലായിരുന്നു. സിന്ധില് അവരുടെ സപ്പോർട്ട് യുനാനിമസ് അല്ലായിരുന്നു. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസസിൽ അവിടെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, സപ്പോർട്ടർ ഉണ്ടായിരുന്നു, ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ.
അവിടെയും മുസ്ലിം ലീഗിന് സപ്പോർട്ട് യുനാനിമസ് അല്ലായിരുന്നു. ഈവൻ ദെൻ ഈ പാർട്ടിഷൻ നടന്നു. The division was a sorrowful event for Indians. Many places witnessed communal riots between Hindus and Muslims, especially in Punjab and Bengal. The partition affected India economically too, as most of its jute and cotton mills were left in India, but much of the cotton and jute plantations were in Pakistan. Now, ഈ ബൗണ്ടറി കമ്മീഷനില് സിറിൽ റാറ്റ്ക്ലിഫ് പുള്ളിക്ക് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ധാരണയില്ലായിരുന്നു. പുള്ളിയുടെ ആ ഒരു യുക്തി വെച്ച് പുള്ളി ഒരു വര വരച്ചു ഇന്ത്യയും പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യുന്നത്. It was that line, that boundary commission functioned without any logic. ഈ ബൗണ്ടറി കമ്മീഷന്റെ ആക്ഷൻ കാരണമാണ് ഇപ്പോഴും കുറെ ടെറിട്ടോറിയൽ പ്രശ്നങ്ങൾ ഉള്ളത്. This resulted in the closure of industries. Areas which are abundant in wheat, rice and other products were located in Pakistan, which caused severe food shortages in India. The newly formed government was not prepared for two-way migration of people. Violence occurred on both sides of the Indo-Pak borders. The worst cases of violence were reported in Punjab and Bengal. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിഷൻ നടക്കുന്നതിന് തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുന്നേ വരെ neither കോൺഗ്രസ് ഓർ ഗാന്ധി were accepted partition. ഈ പാർട്ടിഷൻ എന്ന് പറഞ്ഞൊരു ആ ഒരു ആക്ഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ അവസാനത്തെ നിമിഷം വരെ അവർ പ്രവർത്തിച്ചു. പക്ഷേ ഇറ്റ് ബിക്കെയിം ഇന്നെവിറ്റബിൾ. അവരുടെ കൺട്രോളിന് പുറത്തായി. ബിക്കോസ് അപ് ടു 15th August 1947 പാർട്ടിഷൻ നടക്കുന്നവരെ ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ് ആസ് വെൽ ആസ് മിലിറ്ററി, പോലീസ് പവേഴ്സ് ലേ വിത്ത് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. 15th August 1947 ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ കയ്യിലായിരുന്നു പൊളിറ്റിക്കൽ, ജുഡീഷ്യൽ എല്ലാ പവേഴ്സും. ഒരു പ്രൊവിഷണൽ ഇന്റേണൽ ഗവൺമെന്റിന് അവർക്ക് ഈ പാർട്ടിഷൻ തിരുത്താൻ അല്ലെങ്കിൽ പാർട്ടിഷൻ തടഞ്ഞു വെക്കാനുള്ള പവർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ നിമിഷം വരെ അവർ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇറ്റ് ബിക്കെയിം ഇന്നെവിറ്റബിൾ. അതായിരുന്നു ദാറ്റ് വാസ് ദി അൺഫോർച്ചുനേറ്റ് തിങ്. At midnight on 15th August, as 15th August dawned, Jawaharlal Nehru declared India as an independent nation. With independence, a new life and freedom arose in India. The Constituent Assembly worked as the Parliament House. And the first Prime Minister was Jawaharlal Nehru. And the first Governor General was Lord Mountbatten. On 14th August 1947, the Dominion of Pakistan came to be with Muhammad Ali Jinnah as its Governor General. Then came the difficult part, the integration of princely states. So, princely states, അവർക്ക് കുറച്ച് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ സമയത്ത് അവർക്ക് കുറച്ച് ഓട്ടോണമി ഉണ്ടായിരുന്നു. പക്ഷെ they were not independent, they were vassals. So the British control of the princely states lapsed on 15th August 1947. The states became sovereign entities. അപ്പോൾ തിരുവിതാംകൂർ, രാംനാട്, മൈസൂർ എല്ലാം sovereign entities ആയി when the British left India. സോ ദ കോൺഗ്രസിന് ഇത് മനസ്സിലായി കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇൻഡിപെൻഡന്റ് ആയിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. ഇറ്റ് വിൽ ബി utter chaos. So Congress did not approve of the right of any state in India to declare its independence. And the problem of integrating princely states in the Indian Union was one of the most serious issues which the Congress leaders faced. ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, ഇന്ത്യയുടെ ഐക്യം ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യം വരെ, അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തും എന്ന് അവർക്ക് അറിയായിരുന്നു. ഈ പ്രിൻസി സ്റ്റേറ്റ്സിന് ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ 550 പ്രോവിൻസസ്, ചില നാട്ടുരാജ്യങ്ങളും ചില രാജ്യങ്ങളും, ചിലത് അങ്ങനെയായിരുന്നു. ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട്, ഒരു ജില്ലയുടെ അത്രേ ഉള്ളൂ ചില പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ്. അപ്പൊ 550 പ്രോവിൻസസ്, മോസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ദ ബ്രിട്ടീഷ് ഹാഡ് നോ കൺട്രോൾ ഓവർ ദർ അഫയേഴ്സ്. ഈ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പ്രോവിൻസും ഫ്രീ ആണെന്ന് പറഞ്ഞു. So the princely states were either given the right to join either India or Pakistan. But for both Pakistan and India, the third option was the biggest problem. If they chose to remain independent, the third option was the biggest problem. So
പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഇന്റഗ്രേഷന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനെയാണ് ചുമതലപ്പെടുത്തിയത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ 14 പ്രോവിൻസസ് ഇന്ത്യ ജോയിൻ ചെയ്തു. ഓൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓൾസോ അഗ്രി ടു ജോയിൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് കുറെ നെഗോഷിയേഷൻസ് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ, മൈസൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ത്യ ജോയിൻ ചെയ്തു. പക്ഷെ ഹൈദരാബാദ്, ജുനൈഗഡും കശ്മീർ ജോയിൻ ചെയ്തില്ല. കശ്മീർ സൈൻ ദി ഇൻസ്ട്രുമെന്റ് ഓഫ് അസെൻഷൻ ആൻഡ് എ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് വിത്ത് ഇന്ത്യ ബിഫോർ 1947. സോ കശ്മീരിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തു. പാകിസ്ഥാൻ അത് ലംഘിച്ചു, കശ്മീരിനെ ആക്രമിച്ചു. കശ്മീരിനെ ആക്രമിച്ചപ്പോൾ കശ്മീരി മഹാരാജാവ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെൻഷൻ സൈൻ ചെയ്തു ഇന്ത്യയോടെ. മീൻസ് ഇന്ത്യ, കശ്മീർ വുഡ് ബി എ ടെറിട്ടറി ഓഫ് ഇന്ത്യ. പിന്നെ ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ശ്രീനഗറൊക്കെ ചുറ്റി പാകിസ്ഥാൻ ഫോഴ്സസ് ശ്രീനഗർ സറൗണ്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യൻ ഫോഴ്സസ് എയർലിഫ്റ്റ് വഴി കശ്മീർ എത്തി കുറെ ടെറിട്ടറീസ് ഒക്കെ പിടിച്ചെടുത്തത്. അവസാനം UN പോയപ്പോൾ UN ആണ് ആ ഒരു ഇപ്പോഴത്തെ ലൈൻ ഓഫ് കൺട്രോളിൽ വെച്ച് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തത്. സോ നൗ കമ്മിങ് ടു ജുനൈഗഡ്. സോ ജുനൈഗഡില് ദ നവാബ് ഓഫ് ജുനൈഗഡ് മുസ്ലിം ആയിരുന്നു, പക്ഷെ the population were Hindu. Majority of the population were Hindu, but almost the entire population, including Hindus and Muslims, had an uprising against him. And he fled to Pakistan. The Maharaja of Kashmir acceded to India in October 1947 after Pakistani troops invaded Kashmir. The Nizam of Hyderabad was forced to join the Indian Union under pressure from internal issues and Indian military actions against him. ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യൻ ഫോഴ്സസ് ആണെങ്കിൽ ഈ കശ്മീർ വാലി തിരിച്ചു പിടിച്ചെടുത്തു. ഇപ്പോഴത്തെ ഈ ഹാജിപൂർ പാസും മറ്റേ പഹൽഗാമും ദ്രാസ് അങ്ങനെയുള്ള ഏരിയസ് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ had two options. ഫൈറ്റിംഗിൽ ഒരു ബ്രീഫ് പോസ് വന്നു. ഇന്ത്യ പാകിസ്ഥാന് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. They could continue fighting in the mountains, in the Himalayan mountains, or they could go to the UN. ആരാണ് UN ആദ്യം പോകുന്നായിരുന്നു ക്വസ്റ്റ്യൻ. Jawaharlal Nehru went to the UN because Jawaharlal Nehru was confident that the legitimate government of Kashmir had acceded to the Indian Union and Pakistan had broken the standstill agreement. എന്നിട്ട് UN പറഞ്ഞ് ഒരു സീസ് ഫയർ ഇട്ടിട്ട് ഒരു പ്ലെബിസൈറ്റ് നടത്താം, ഒരു എലക്ഷൻ നടത്താം, to see if the population wants to join either India or Pakistan. Now, if Pakistan had gone to the UN, Pakistan UN പോയിരുന്നെങ്കിലും ഈ സെയിം കാര്യം തന്നെ പറയത്തുള്ളായിരുന്നു. They would say the same thing. Both India and Pakistan did not have the resources to fight in the Himalayan mountains. ആ ഹിമാലയൻ മൗണ്ടൻസിൽ കണ്ടിന്യൂ ചെയ്ത് ഫൈറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് ഇല്ലായിരുന്നു, രണ്ടുപേർക്കും അറിയായിരുന്നു. അതുകൊണ്ട് ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അക്സെപ്റ്റഡ് ദി UN റെസൊല്യൂഷൻ. പക്ഷെ അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു. Pakistan has to pull its troops out of Pakistan occupied Kashmir. Kashmir മഹാരാജാവിന്റെ ടെറിട്ടറീസ് ഏതൊക്കെ പിടിച്ചെടുത്തു അതിൽ നിന്ന് പാകിസ്ഥാൻ ആർമി വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു പ്ലെബിസൈറ്റ് നടത്തത്തുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ നെവർ വിഡ്രൂ ഫ്രം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ. അതുകൊണ്ട് ആ പ്ലെബിസൈറ്റ് നടന്നിട്ടില്ല. ആ ഒരു ഇനിഷ്യൽ ക്ലോസ് പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആ UN എന്താ പറയുന്നത്, ആ UN സീസ് ഫയർ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ടെറിട്ടറി നമ്മുടെ ഈ ഇന്ത്യക്ക് കുറച്ച് ടെറിട്ടറീസ് നേടിയിട്ടുണ്ട്. 65 ഇന്ത്യക്ക് കാർഗിൽ നേടി, 65 ഇന്ത്യക്ക് ഹാജിപൂർ പാസ് ഏരിയ നേടി. പാകിസ്ഥാന്റെ കുറച്ച് ടെറിട്ടറീസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ദി 1948 എഗ്രിമെന്റ് ആണ് ഇപ്പോഴും എൻഫോഴ്സ്ഡ് അവിടെ. ആ LOC ലൈൻ ഓഫ് കൺട്രോളിലാണ് ഇപ്പോഴും ഉള്ളത്. സിയാച്ചിനും കൂടെ ഇന്ത്യക്ക് നേടി 84. But the primary agreement today between India and Pakistan that governs its border is the 1948 UN ceasefire agreement. ഹൈദരാബാദിന്റെ കാര്യത്തിൽ ഹൈദരാബാദ് നിസാമിന് അവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. തെലങ്കാന പ്രസന്റ് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ലെഡ് ഹൈദരാബാദ് ഗവൺമെന്റിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് ലെഡ് ഗുറില എന്താ പറയുക ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പ്രീടെക്സ്റ്റില് ഹൈദരാബാദിന് ചുറ്റുമുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലെല്ലാം ഗ്രാമങ്ങളിലെല്ലാം ഹൈദരാബാദിന്റെ ട്രൂപ്സ് വന്ന് എല്ലാം ലൂട്ട് ചെയ്തിട്ട് വീടൊക്കെ കത്തിച്ചിട്ട് പോകായിരുന്നു. സോ നെഹ്റു വാസ് ഫോഴ്സ്ഡ് ടു ആക്ട്. ഹി സെൻഡ് ദി ഇന്ത്യൻ ആർമി ഇൻ ടു ഹൈദരാബാദ് അണ്ടർ ദ കോഡ് നെയിം ഓഫ് ഓപ്പറേഷൻ പോളോ
But within days, വെറും ദിവസങ്ങൾക്കുള്ളിൽ ഹൈദരാബാദിന്റെ ആർമീസ് ഡിഫീറ്റഡ് ആയിരുന്നു ആൻഡ് ഹൈദരാബാദ് became part of the Indian Union. സോ ഇങ്ങനെയാണ് ദി ലാസ്റ്റ് 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യൻ യൂണിയൻ ജോയിൻ ചെയ്തത്. സോ ഇതിന്റെ ഇടയിൽ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണം. ആൻഡ് ദി the chairman of the drafting council of the Indian Constitution was Bhimrao Ambedkar, B.R. Ambedkar. So he was the head of the drafting committee. On 29th August 1947, the Constituent Assembly established the drafting committee. And under Ambedkar's leadership, the Constitution was on 26 November 1949, the drafting committee met, but the Constitution was only completed on 26 January 1950. 2 മാസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. ആ 26 ജാനുവരി 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നു. India became completely independent on 26 January 1950, and the day was celebrated as Republic Day. The Dominion of India ended. Dominion of India ended on 26 January 1950, and it became the Republic of India. India was declared a secular democratic republic with a parliamentary system of governance. The parliamentary system of governance is based on universal adult franchise, which means that all men and women were granted the right to vote. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1770-കളിലാണ് the United States of America they declared their independence. 1780-കളിലാണ് അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആയത്, ഫസ്റ്റ് മോഡേൺ ഡെമോക്രസി. പക്ഷെ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വരുന്നത് 1960-കളിലാണ്, 1960s-ലാണ്. എന്നുവെച്ചാൽ ഇൻഡിപെൻഡന്റ് നേഷൻ ആയി കഴിഞ്ഞിട്ട് 190 വർഷം കഴിഞ്ഞാണ് അമേരിക്ക, the United States of America became a full democracy. India, on the other hand, became a full democracy on the first day of its after it was declared a republic on 26 January 1950. Everybody, all adult men and women, were given the right to vote. The Constitution guaranteed all citizens fundamental rights such as freedom of speech, expression, and the freedom to assemble peacefully. All citizens were treated equally before the law, and was guaranteed that no citizen shall discriminate or be discriminated against based on caste, color, or creed. With the framing of the Indian Constitution, India achieved its long-cherished struggle for national unification. Independent India reflects a legacy of national movement through its Constitution. ഇതിന്റെ എല്ലാത്തിന്റെയും തീർപ്പ് വരുന്നത് നമ്മുടെ ഏകദേശം 90 വർഷത്തെ നാഷണൽ മൂവ്മെന്റിന്റെ തീർപ്പ് വരുന്നത് was on 26 January 1950. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ഉള്ള ലേണേഴ്സ് അവർക്കൊക്കെ ജസ്റ്റ് ഈ ആദ്യത്തെ ഈ യൂണിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. അതില്ലാത്തവർക്ക് റീക്യാപ്പ് ജസ്റ്റ് ഒന്ന് വായിക്കാം. റീക്യാപ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം സ്ക്രീനിലുള്ളത്. ഇപ്പം ഒരു 2 minute ബ്രേക്ക്, ഞാനൊരു 2 minute ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അടുത്ത യൂണിറ്റിലോട്ട് പോവാം. ഒരു 2 minutes അടുത്ത യൂണിറ്റിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ സാർ. ലോഗൗട്ട് ചെയ്ത് പോകരുത്, ലോഗൗട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ കയറാൻ പറ്റത്തില്ല. ഓക്കെ സാർ, ഓക്കെ.
ഓക്കെ, നമുക്ക് അടുത്ത യൂണിറ്റിലോട്ട് കിടക്കാം. The integration of princely states or native states. നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐഡന്റിഫൈ ദി ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ ദി ഇന്റഗ്രേഷൻ ഓഫ് princely states and describe the ways in which this integration took place. And മണിപ്പൂർ, ജുനൈഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, ട്രാവൻകൂർ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇന്റഗ്രേഷൻ. ഒന്ന് ചാർജ് എടുക്കാം. Okay, so coming back to the unit. So the integration of princely states. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നത് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനാണ്. Patel assumed the charge of the newly created States Department with VP Menon as its secretary. സർദാർ പട്ടേലിന് അറിയായിരുന്നു ഈ പ്രിൻസി സ്റ്റേറ്റ്സിന് അവരുടേതായ ഇതിനെ വിട്ടാല് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന വി പി മേനോന് സർദാർ പട്ടേലിന് അറിയായിരുന്നു. Patel's first step was to appeal to the princely states to accede to the Indian Union. He tried to convince the states about the issues of foreign relations, defense, and communication. And he said that he would not be able to restrain the agitated populace of the states after 15th August. So, പറഞ്ഞ് മനസ്സിലാക്കി കുറെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിന്റെ അടുത്ത്. ബിക്കോസ് ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിന് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള റിസോഴ്സസും ഇല്ല എന്തെങ്കിലും ലഹള നടന്നാൽ. അത് മാത്രമല്ല, അവർക്ക് മിലിറ്ററി പവർ അധികമില്ല. അവർക്ക് നോമിനൽ ഒരു മിലിറ്ററി ഉള്ളൂ. മൈസൂർ ആയാലും തിരുവിതാംകൂർ ആയാലും ഒരു നോമിനൽ മിലിറ്ററി ഉള്ളൂ. പേരിനൊരു മിലിറ്ററി ഫോഴ്സേ ഉള്ളൂ. അത് ഇന്ത്യൻ മിലിറ്ററിക്ക് മാത്രം പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് മനസ്സിലാക്കി. അവരുടെ പ്രശ്നമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഹൈദരാബാദ്, ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യൻ 1948 വരെ അവർ ജോയിൻ ചെയ്തില്ല. So the rulers signed the instrument of accession with the Indian government. ബിക്കാനറും ബറോഡയായിരുന്നു ആദ്യം സൈൻ ചെയ്യേണ്ടത്. ജുനൈഗഡ് signed an agreement acceding to Pakistan. പക്ഷേ പക്ഷേ പോപ്പുലേഷൻ ഇൻക്ലൂഡിങ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് എല്ലാവരും കൂടെ നടക്കത്തില്ലെന്ന് അവര് പറഞ്ഞപ്പോ the ruler of Junagadh fled to Pakistan. So coming to Travancore. So the Diwan of Travancore, C.P. Ramaswamy Iyer, was invited to Delhi by Jawaharlal Nehru to persuade him to join the union. However, he refused to sign the instrument of accession. So the Diwan was not very popular among the people. 1946 ദിവാനെതിരെ പുന്നപ്പുറ വയലാർ ലഹള നടന്നിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഓഫ് ട്രാവൻകൂർ വർ അഗൈൻസ്റ്റ് ഹിം. തിരുവിതാംകൂറിലുള്ള കമ്മ്യൂണിസ്റ്റ് ദിവാനെതിരെയായിരുന്നു. ആൻഡ് ദേ വാണ്ടഡ് ദി ട്രാവൻകൂർ ടു ജോയിൻ ദി ഇന്ത്യൻ യൂണിയൻ. സോ പുന്നപ്പുറ വയലാർ ആയിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ദിവാന്റെ ഫോഴ്സസിനെതിരെ. ദ ദിവാൻ ഡിക്ലെയർഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് ദി അൺവില്ലിംഗ്നെസ് ടു ജോയിൻ ദി ഇന്ത്യൻ യൂണിയൻ. പിന്നെ ദിവാൻ ഫേസ്ഡ് സെവറൽ അസാസിനേഷൻ അറ്റംപ്റ്റ്സ്. സോ ഈ അസാസിനേഷൻ അറ്റംപ്റ്റ്സ് ദിവാന് മനസ്സിലായി ജനങ്ങൾക്ക് ഈ ട്രാവൻകൂർ സ്വാതന്ത്ര്യമായിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക്
താല്പര്യമില്ല, ഇനിയും വധശ്രമങ്ങൾ ഉണ്ടാവും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ. സോ he changed his mind, and on 30th July 1947 the Diwan Travancore joined the Indian Union. ഈ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ വാശി കാരണമാണ് ഈ ഒരു ഡിലേ, ട്രാവൻകൂർ ഇന്ത്യൻ യൂണിയൻ ജോയിൻ ചെയ്യാനുള്ള ഡിലേ വന്നത്. ദെൻ മണിപ്പൂരിന്റെ രാജാവായിരുന്ന Maharaja of Manipur, he signed the instrument of accession with the Indian government. So the government assured the internal autonomy of Manipur. And the Maharaja, under pressure from the public, held elections in June 1948. അത് കഴിഞ്ഞിട്ട് the state became a constitutional monarchy. Constitutional monarchy എന്ന് പറയുമ്പം രാജാവിന് നോമിനൽ പവേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ the powers of the king, the powers of the Maharaja is checked by a constitutional assembly. ഇപ്പൊ ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്, സ്പെയിനിൽ അങ്ങനെയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. മണിപ്പൂർ വാസ് എ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹോൾഡ് എൻ ഇലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. മണിപ്പൂരിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അകത്ത് തന്നെ there were differences among different parties regarding the merger with India. അവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് wanted to merge with India, പക്ഷെ അവിടുത്തെ നേറ്റീവ് പാർട്ടീസ് opposed this decision. So the government of India pressured the Maharaja of Manipur to sign the merger agreement in September 1949. So the Maharaja signed the agreement without consulting the elected legislative assembly of Manipur, and this caused anger and resentment in Manipur. ഈ ദേഷ്യവും ഈ റിസെന്റ്മെന്റ് ആണ് പിന്നെ വളർന്ന് ഇപ്പോഴത്തെ മണിപ്പൂരിലുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. ഇൻസർജൻസി, എത്നിക് പ്രോബ്ലംസ്, നാഗാസും മൈത്തേസും തമ്മിലുള്ള എത്നിക് പ്രോബ്ലംസ്, ഇതെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ദെൻ ജുനേഗഡ്, സൗരാഷ്ട്രയില് ഒരു ചെറിയൊരു സ്റ്റേറ്റ് ആയിരുന്നു, ജില്ലയുടെ സൈസേ ഉള്ളായിരുന്നു. So it was surrounded by Indian territory, and it had no geographical continuity with Pakistan. പാകിസ്ഥാനായിട്ട് ചേർന്ന് ഒരു continuity ഇല്ലായിരുന്നു. It was surrounded completely by Indian territory. So the Nawab of Junagadh declared his wish to join the newly independent state of Pakistan. So ഇതിന്റെ പ്രശ്നങ്ങൾ ഇന്ത്യൻ ലീഡേഴ്സിന് മനസ്സിലായി. പക്ഷേ the population, Hindu population മാത്രമല്ല, the majority population of Junagadh want to join India. So in Junagadh's case, they decided the final voice should be that of the people, which should be done through plebiscite. However, going against this approach, Pakistan accepted Junagadh's decision to join the Pakistan Union. The people did not accept the ruler's decision to join Pakistan because Pakistan gave no guarantee over the rights of minorities. Minority protection, minorities protect in ഒരു ഗ്യാരണ്ടിയും പാകിസ്ഥാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, Junagadh is surrounded by Indian territory. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് they decided that this decision cannot go through. The Nawab of Junagadh was forced to flee, and they established a provisional government. The Diwan of Junagadh, Shah Nawaz Bhutto, ഇപ്പോഴത്തെ ബനാസിർ ഭുട്ടോയും ബിലാവൽ ഭുട്ടോയുടെയും grandfather ആയിരുന്നു Shah Nawaz Bhutto, invited the government of India to intervene. The Indian troops marched to the state, and a plebiscite was held in February 1948. Most people, almost more than 95% of the population favored joining with India. Hence, the issue of Junagadh's accession was resolved. Now, Kashmir's കാര്യത്തിൽ ഹരി സിംഗ്, Maharaja of Kashmir, ഡോഗ്ര ഡൈനസ്റ്റിയുടെ ആയിരുന്നു ഹരി സിംഗ്. But the majority of the population was Muslim. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല്, കാശ്മീരിൽ ഇന്നുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല്, ജമ്മുവില് മെജോറിറ്റി ഹിന്ദുസ് ആണ്. പക്ഷെ ജമ്മു മുസ്ലിംസ് ഉണ്ട്. And these Jammu Muslims were not in favor of joining Pakistan. Kashmir Valley ആണ് a bulk of the population. 2/3 of the population is in the Kashmir Valley. Kashmir Valley ethnic Kashmiri Muslims are majority. പക്ഷെ അതുപോലെ തന്നെ there are Sikhs, there are Kashmiri Pandits. പിന്നെ there is പാകിസ്ഥാനിലുള്ള ഗിൽഗിറ്റ് ബലിത്തിസ്ഥാൻ. അവിടെ മെജോറിറ്റി ഷിയ പോപ്പുലേഷൻ ആയിരുന്നു. അവര് വേറെ എത്നിക് ഗ്രൂപ്പ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാശ്മീരിൽ വേറെ, പാകിസ്ഥാൻ കാശ്മീരിൽ വേറെ ടെറിട്ടറി ഉണ്ട്, ആസാദ് കാശ്മീർ.
ഇപ്പോഴത്തെ കാശ്മീരിൽ വേറെ ടെറിട്ടറി ഉണ്ട്, ആസാദ് കാശ്മീർ. ആസാദ് കാശ്മീരിൽ കാശ്മീരി മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്. പക്ഷെ കഴിഞ്ഞൊരു 70 വർഷത്തെ ഒരു മൈഗ്രേഷൻ കാരണം ഇറ്റ് ഇസ് മേജർലി പഞ്ചാബി മുസ്ലിംസ്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ പിന്നെ കാശ്മീരിനെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ majority of the population, almost 2/3 of the population was Hindus. 66% of the population, were Muslim. Hari Singh കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്നു. He decided to stay out of both and continue as an independent ruler because he feared communalism from Pakistan and democracy could unseat him. ഒരു ഡെമോക്രാറ്റിക് ഒരു ഇലക്ഷൻ നടന്നാല് പവർ പോകും. അത് മാത്രമല്ല ഇന്ത്യ ജോയിൻ ചെയ്താലേ, അത് മാത്രമല്ല പാകിസ്ഥാന്റെ അടുത്ത് പോയാൽ there is communal forces that do not want him in power. അപ്പൊ അന്നത്തെ ലീഡറായിരുന്നു, കാശ്മീരുടെ ലീഡറായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. ഷെയ്ഖ് അബ്ദുള്ള ആണ് ഇപ്പോഴത്തെ കാശ്മീരുടെ ഹെഡിന്റെ, ഒമാർ അബ്ദുള്ളയുടെ ഗ്രാൻഡ് ഫാദർ. ഷെയ്ഖ് അബ്ദുള്ള ഓഫ് ദ നാഷണൽ കോൺഫറൻസ് ആണ് ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ മേജർ ലീഡിംഗ് പാർട്ടി. wanted to join India and Gandhi declared in August 1947 that Kashmir was free to join India or Pakistan according to the people's will. Gandhi അറിയായിരുന്നു Sheikh Abdullah wanted to join India. Hari Singh would eventually join India. ഗാന്ധിക്ക് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നുവെച്ചാൽ he knew that eventually Kashmir would come to India. പക്ഷെ പാകിസ്ഥാൻ refused to accept the people deciding the issue of accession. They refused to acknowledge Hari Singh, they refused to acknowledge Sheikh Abdullah. പിന്നെ several Pathan tribesmen supported by the Pakistani army attacked on October 22nd, 1947 and pushed the Kashmiri forces. The ill-trained troops of the Maharaja could not withstand the invading forces. Many of these Pathan tribesmen were veterans of Second World War. Second World War-ല് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ വെറ്ററൻസ് ആയിരുന്നു കുറെ ട്രൈബ്സ്മെൻ, ഈ ആം ട്രൈബ്സ്മെൻ. On 24th October, the Maharaja appealed to India for military assistance. So, Jawaharlal Nehru did not support the accession of Kashmir without the people's will. പക്ഷെ Mountbatten insisted under international law, India could give military assistance to Kashmir only if the state assured accession to India. India could only intervene militarily in Kashmir only if Kashmir acceded to India. Sheikh Abdullahയും സർദാർ പട്ടേൽ ഈ ഡിസിഷൻ സപ്പോർട്ട് ചെയ്തു. 26 October 1947. ഈ 26 October 1947 എന്ന് പറഞ്ഞാൽ കശ്മീർ വാലിയുടെ പകുതി പാകിസ്ഥാൻ ഫോഴ്സസിന്റെ അടിയിലായിരുന്നു. ശ്രീനഗർ 3 ദിശയിലും സറൗണ്ടഡ് ആയിരുന്നു. ശ്രീനഗർ വീണ കശ്മീർ മൊത്തത്തിൽ വീഴും. ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പം 26 August 1947 the Maharaja acceded to India. And he also agreed to install Abdullah as the head of the state administration. So, even though Sheikh Abdullah's national conference and the Maharaja wanted complete accession to India, the government of India proclaimed that it would only hold a poll on the accession once peace and law had been restored. Government of India ഉദ്ദേശം എന്തായിരുന്നു? കാശ്മീരിൽ പീസ് വരുമ്പം after the entirety of Kashmir is within Indian control, it would hold a poll, a plebiscite. On 27th October 1947, 100 planes with men, material and weapons joined the battle against the invaders. ആദ്യം സംഘർഷം നടന്നത് ഇപ്പോഴത്തെ കശ്മീർ എയർപോർട്ട്, ശ്രീനഗർ എയർപോർട്ട് നടക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് ആദ്യം ലാൻഡ് ചെയ്ത ഉടനെ സംഘർഷം നടന്നത്. And the raiders were driven out. By this time, the Pakistan army had become fully involved in the invasion. The raiders were driven out of Srinagar and the Kashmir Valley. പക്ഷേ even before this, they had already gained control over several parts of the state before Indian intervention. So the Indian army recaptured the Kashmir Valley. Central Kashmir Valley, Northern Kashmir Valley, Southern Kashmir Valley ഒക്കെ റീക്യാപ്ചർ ചെയ്തു. ഇപ്പോഴത്തെ ജമ്മുയുടെ കുറെ ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിച്ചെടുത്തു. LOCയുടെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. ദ്രാസ് അങ്ങനെയുള്ള ലഡാക്കിലോട്ടുള്ള മറ്റേ റോഡ്സ് ഒക്കെ പിടിച്ചെടുത്തു.
By 30th December 1947, the government agreed with Mountbatten's suggestion to refer the Kashmir problem to the United Nations Security Council. Instead of taking note of the aggression of Pakistan, the Security Council supported Pakistan and ignored India's complaint. എന്നിട്ട് അത് കശ്മീർ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ട് ആയിട്ടാണ് അവർ മാറ്റിയത്. So instead of considering the issue as a Kashmir question, the problem now considered an India-Pakistan dispute. So India and Pakistan accepted the ceasefire on 31st December 1948, and it still prevails. According to this resolution, the state was divided along the ceasefire line. Indian forces എവിടം വരെ എത്തി അവിടെയാണ് ceasefire line, അവിടെയാണ് border. In 1951, the UN passed a resolution that called for a referendum to be held under the supervision of the UN only after Pakistan withdrew its troops from Kashmir. പാകിസ്ഥാൻ ഓക്യുപ്പൈ ചെയ്ത ഏരിയസ് പാകിസ്ഥാന്റെ ട്രൂപ്സ് വിഡ്രോ ചെയ്ത മാത്രം അവിടെ ഒരു എലക്ഷൻ, ഒരു പ്ലെബിസൈറ്റ് നടക്കത്തുള്ളൂ, ഒരു റെഫറൻഡം നടക്കത്തുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ റിഫ്യൂസ്ഡ് ആൻഡ് നോ സച്ച് റെഫറൻഡം ഹാസ് ടേക്കൻ പ്ലേസ്. The issue of Kashmir has been a major issue between India and Pakistan, and India regarded the accession of Kashmir as a final and irrevocable, and Kashmir is an integral part of India. And Pakistan continued to deny this claim, prolonging the conflict into which has dominated bilateral relations to this day. 1948 Pakistan forces in heavy casualties ഉണ്ടായിരുന്നു. India was able to push them to the line of control. അത് കഴിഞ്ഞിട്ട് പിന്നെയും 65 Pakistan tried to invade India through പഞ്ചാബ്, രാജസ്ഥാൻ, ഇപ്പോഴത്തെ എന്താ പറയുക കച്ച് ആൻഡ് കശ്മീർ. പക്ഷെ അതും ഫെയിൽ ചെയ്തു. 71 ഇന്ത്യ ബംഗ്ലാദേശിൽ ഇന്റർവീൻ ചെയ്ത് ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്റർവീൻ ചെയ്തു, ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻസ് കിട്ടി. 84 സിയാച്ചിൻ ഗ്ലേഷ്യർ പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ നോക്കി, അവിടെയും അവർ പരാജയപ്പെട്ടു. 99 അവർ കാർഗിൽ പിടിച്ചെടുക്കാൻ നോക്കി, അവിടെയും അവർ പരാജയപ്പെട്ടു. പക്ഷെ ഇതുവരെ ഈവൻ ദോ പാകിസ്ഥാൻ ഹാസ് ലോസ്റ്റ് എവറി സിംഗിൾ കോൺഫ്ലിക്ട് വിത്ത് ഇന്ത്യ, till today the Kashmir issue remains unresolved. പിന്നെ കമ്മിങ് ടു ഹൈദരാബാദ്. ഹൈദരാബാദ് എന്ന് പറഞ്ഞ സിറ്റി ഓഫ് ഹൈദരാബാദ് അല്ല, ഇപ്പോഴത്തെ തെലങ്കാന, മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളും കർണാടകയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളാണ് അന്നത്തെ ഹൈദരാബാദ് സ്റ്റേറ്റ്. So again, Hyderabad had the same problem with Junagadh. It was surrounded by Indian territory. So Patel made it clear that India would not bear an isolated spot which would destroy the very union which we have built up with our blood and toil. ഹൈദരാബാദ് ഇൻഡിപെൻഡന്റ് ആവാൻ സമ്മതിക്കത്തില്ല, അത് ഇന്ത്യയുടെ യൂണിറ്റിനെ ദാരുണമായിട്ട് ബാധിക്കുമെന്ന് പട്ടേൽ പറഞ്ഞിരുന്നു. So in November 1947, the government of India signed a standstill agreement with the Nizam. അപ്പം അന്നത്തെ ഹൈദരാബാദ് നിസാം എന്ന് പറഞ്ഞ മിർ ഒസ്മാൻ അലി ആയിരുന്നു. He was considered the richest person in the world at that time. The standstill agreement was encouraged because it was hoped the Nizam would introduce a representative government in the state. ഹൈദരാബാദിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഇല്ല. നിസാമും അവിടുത്തെ മറ്റേ വസീറുമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. But the Nizam had other plans. He asked for the service of British lawyer Sir Walter Monckton to negotiate with the government of India. However, the Nizam hoped that he could strengthen his military force and make India accept his sovereignty or accede to Pakistan. Military force strengthen ചെയ്യാൻ ഹൈദരാബാദിൽ നിന്ന് പുറത്തുനിന്ന് കുറെ വാടക പടയാളികൾ കൊണ്ടുവന്നു. ഹൈദരാബാദിന് പുറത്തുനിന്ന് കുറെ വാടക പടയാളികൾ കൊണ്ടുവന്നു. However, three major political developments took place in Hyderabad. First was the rapid growth of a Muslim organization, communal organization called the Ittihadul Muslim, and the paramilitary wing, the Razakars. On 7th August 1947, the Hyderabad State Congress organized a Satyagraha movement to force democratization of the Nizam. As a result of the attack by the Razakars and the suppression by the state, many people fled the state and took shelter in temporary camps. By the
time the communists led a struggle, and then due to state suppression, and the peasants organized a defense against the attack of the Razakas. So politically, Hyderabad State Congress നിസാമിനെതിരെയായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, the Telangana movement, which forced the Hyderabad government to in a very difficult position. June 1948 ആയപ്പോൾ സർദാർ പട്ടേലിന്റെ പേഷ്യൻസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. He wanted Hyderabad to join the Indian Union as soon as possible. There were provocations by the Nizam. ഈ ടെമ്പററി ഷെൽട്ടർ ക്യാമ്പ്സ് എല്ലാം ഹൈദരാബാദ് അതിർത്തിയിലായിരുന്നു. അത് നിസാമിന്റെ ഫോഴ്സസ് പോയി അറ്റാക്ക് ചെയ്ത് ലൂട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഇന്ത്യനെ പ്രൊവോക്ക് ചെയ്യാണ് അവര്. Despite these provocations by the Nizam, the government of India remained calm for several months. പക്ഷെ നിസാം കണ്ടിന്യൂ ടു എൻകറേജ് വയലൻസ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ടു എൻകറേജ് വയലൻസ് ആൻഡ് സപ്പോർട്ട് ദ റസാക്കേഴ്സ്. പൊറുതിമുട്ടി the Indian army entered Hyderabad state on 13 September 1948. Within 3 days, thousands of Razakers were killed. ഇന്ത്യൻ ഫോഴ്സസിന് വെറും ഒരു 32 ഇന്ത്യൻ പട്ടാളക്കാരെ മരിച്ചുള്ളൂ. പക്ഷെ ഒരു 3500 റസാക്കേഴ്സ് ആ ഒരു ആക്ഷനിൽ മരിച്ചു. On 13th September 1940, the Indian army marched into Hyderabad and the Nizam surrendered within 3 days. Finally, Hyderabad acceded to the Indian Union in November. The government of India decided not to punish the Nizam. He was retained as a former ruler of Hyderabad and given a privy purse of 50 lakh rupees. So British government അവർക്ക് വേണ്ടി ഒരു പെൻഷൻ അല്ലെങ്കിൽ പ്രിവി പേഴ്സ് കൊടുത്തു, 50 ലക്ഷം രൂപ ഒരു വർഷം. The privy purse is a payment made to princely as part of the agreement to join the Indian domain. With the accession of Hyderabad, the integration of princely states was completed, and it marked a triumph in Indian secularism. And most ordinary Muslims joined the anti-Nizam struggle. സാധാരണ മുസ്ലിംസ്, പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന മുസ്ലിംസ് എല്ലാം ഹൈദരാബാദ് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ജോയിൻ ചെയ്തു അഗൈൻസ്റ്റ് ഹൈദരാബാദ് നിസാം. അതുകൊണ്ട് പോപ്പുലർ സപ്പോർട്ട് ഇല്ലായിരുന്നു. ഈ ഇന്ത്യൻ ആർമി ഹൈദരാബാദ് എൻ്റർ ചെയ്തപ്പം ഹൈദരാബാദ് ഫോഴ്സസിനുള്ള സപ്പോർട്ട് ഇല്ലായിരുന്നു. സാധാരണ ജനങ്ങൾ, ഹിന്ദു മുസ്ലിം തന്നെ, ഇവരൊക്കെ ഈ റസാക്കേഴ്സ് എല്ലാം ഒളിഞ്ഞു ഇരിക്കുന്ന താവളങ്ങൾ എല്ലാം ഇന്ത്യൻ പട്ടാളത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിതിൻ 3 days, ഈ ജനങ്ങളുടെ സഹായത്തോടെ വിതിൻ 3 days the Indian army was able to defeat the Nizam. സോ കുറെ ഈ പ്രിൻസിപ്പൽസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുറെ സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്തു. മധ്യഭാരത്, വിച്ച് ലേറ്റർ ബിക്കേം മധ്യപ്രദേശ്, രാജ്പുട്ടാന, വിച്ച് ബിക്കേം രാജസ്ഥാൻ, സൗരാഷ്ട്ര, പട്യാല, സൗരാഷ്ട്ര അത് പിന്നെ ഗുജറാത്തിന്റെ ഭാഗമായി, പട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ്സ് യൂണിയൻ, പെപ്സു അത് പിന്നെ ഇത് പഞ്ചാബും ഹരിയാനയായി, ട്രാവൻകൂർ, കൊച്ചിൻ അത് മറ്റേ മലബാറിന്റെ കൂടെ ജോയിൻ ചെയ്ത് കേരളമായി, മൈസൂർ, Hyderabad, Jammu and Kashmir all retain their original forms as separate states. In return for the surrender of authority, the rulers were given a privy purse, free of all taxes. The constitution later guaranteed these amounts to these rulers, and they were granted succession and granted a right to certain privileges, like keeping their titles, flying personal flags, and gun salutes. ചില കുറെ റൂളേഴ്സ് എല്ലാം, കുറെ മഹാരാജാക്കന്മാരെല്ലാം സ്റ്റേറ്റിന്റെ ഗവർണേഴ്സ് ആയിട്ട് മാറി. കുറെ പേർക്ക് ഈ പൊതു സ്ഥാപനത്തിന്റെ ചുമതലയൊക്കെ കിട്ടി. സോ ദേ വർ നോട്ട് ഫുള്ളി കിക്ഡ് ഔട്ട് ഓഫ് പവർ. അവർക്ക് പൊളിറ്റിക്കൽ പവർ ലൈക്ക് ഗവർണർ, ഈ എന്താ പറയുന്ന ഈ BCCIയുടെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോളിന്റെ ചുമതല, അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെ ചുമതല എല്ലാം അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ടൈറ്റിൽസും അവരുടെ റിച്വൽസ് എല്ലാം അതൊക്കെ അവർ പ്രിസർവ് ചെയ്യാൻ ആ റൈറ്റും കൂടെ കൊടുത്തിരുന്നു. സോ 2 മിനിറ്റ് ഞാൻ ബ്രേക്ക് തരാം. നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീക്യാപ്സ് ഒന്ന് പെട്ടെന്ന് വായിച്ചേക്കാം. 2 minutes. Next unit.
Okay, let's go to the next unit. Third unit, which is the Indian Constitution and the idea of India. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പോകുന്നതിന് മുന്നേ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഐഡിയ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഏതൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഈ രാജ്യം, ആ ഒരു ഐഡിയ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്? ആർക്കെ എങ്ങനെ പറയാമോ? നമ്മുടെ ഈ നമ്മുടെ ലാംഗ്വേജസ്, നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് പറയുന്നത് ഭാരതം, ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്ത്യ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വന്നത്? ആർക്കെങ്കിലും? നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് ഒരു ടെറിട്ടറിക്കകത്ത് എല്ലാ ജനങ്ങൾക്കും ഒരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഒരു കോമൺ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ അതൊരു നേഷൻ എന്ന് പറയും. ഈ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 1648 യൂറോപ്പിലെ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയ കരാറ് കഴിഞ്ഞിട്ട് ഉയർന്നു വന്ന ഒരു കോൺസെപ്റ്റാണ്. സോ 1648 ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അന്ന് വരെ യൂറോപ്പില് മതത്തിന്റെ പേരിലായിരുന്നു യുദ്ധം. കാത്തലിക് നേഷൻസ് വുഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് നേഷൻസ്, കാത്തലിക്സ് വുഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് പ്രൊട്ടസ്റ്റന്റ്സ്. ആ മതത്തിന്റെ പേരിലാണ്, ക്രിസ്തു മതത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. സോ ഇപ്പൊ നമ്മൾ പറയട്ടെ, ഈ പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ് എല്ലാം കാത്തലിക് രാജ്യങ്ങളായിരുന്നു. ഇംഗ്ലണ്ട്, നെതർലൻഡ്സ്, ഈ ജർമ്മൻ, അന്ന് ജർമ്മനി ഇല്ല, പക്ഷെ ജർമ്മനിയുള്ള രാജ്യങ്ങളെല്ലാം പ്രൊട്ടസ്റ്റന്റ്സ് ആയിരുന്നു, കാത്തലിക് അല്ലായിരുന്നു. സോ പ്രോബ്ലം വാസ്, ഇംഗ്ലണ്ടും പോർച്ചുഗൽ അവർ തമ്മിൽ മുന്നേ ഒരു കരാറുണ്ടായിരുന്നു. ഇംഗ്ലണ്ടും പോർച്ചുഗൽ തമ്മിൽ അലയൻസ് ഉണ്ട്. അതുപോലെ ഫ്രാൻസും സ്പെയിനും അത്ര സുഖത്തിലല്ല. അപ്പം ഈ മതം അല്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് കാത്തലിക്സ് വേഴ്സസ് പ്രൊട്ടസ്റ്റന്റ്സ്, ഏത് ഐഡന്റിറ്റിയാണ് നമ്മൾ നോക്കുന്നത്? അപ്പൊ ആ സമയത്ത് യൂറോപ്പിൽ കുറെ മാറ്റങ്ങൾ വന്നു. ഈ രാജഭരണമാണോ ജനങ്ങളുടെ ഭരണമാണോ, ഒരു രാജ്യം എന്താണ്, ഒരു ജനത എന്താണ് എന്ന് വെച്ചാൽ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. യൂറോപ്പിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പൊളിറ്റിക്സിലെല്ലാം. അങ്ങനെ വന്നതാണ് പീപ്പിൾ ഹു സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്, പീപ്പിൾ ഹു ഫോളോ ദ സെയിം കൾച്ചർ, പീപ്പിൾ ഹു ഹാവ് ദ സെയിം ഷെയർഡ് ഹിസ്റ്ററി. സോ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം 1870 യൂണിഫൈഡ് ആവുന്നത്. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം 71 ജർമ്മനി വരുന്നത്. ഈ ഇറ്റലിയും ജർമ്മനി എന്തുകൊണ്ട് നേരത്തെ ആയില്ല? എന്തുകൊണ്ട് ആ സമയത്തായി? അവര് ഇറ്റാലിയൻ ലാംഗ്വേജസ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന, മാത്രമല്ല ഷെയർഡ് ഹിസ്റ്ററി. ജർമ്മനിക്ക് ഷെയർഡ് ഹിസ്റ്ററി എന്തായിരുന്നു? ഹോളി റോമൻ എംപയർ. നേരത്തെ ഉണ്ടായിരുന്ന ഹോളി റോമൻ എംപയർ ആയിരുന്നു അവരുടെ രാജ്യത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ, കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഹോളി റോമൻ എംപയർ. ഇറ്റലിക്ക് എന്തായിരുന്നു? റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യമാണ് ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാനുള്ള ജസ്റ്റിഫിക്കേഷൻ. ഫ്രാൻസിന് എന്തായിരുന്നു? ഷാർലമെയിൻ, കിങ് ഓഫ് ഫ്രാൻസ്. യൂറോപ്പില് റോമൻ സാമ്രാജ്യം തകർന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പിലുണ്ടായ ആദ്യത്തെ സാമ്രാജ്യം. അതുപോലെ തന്നെ ബംഗ്ലാദേശ് 1971 കിട്ടിയ രാജ്യം. ബംഗ്ലാ കൾച്ചർ അല്ലെങ്കിൽ ബംഗാളി രാജ്യം അതിന്റെ ബേസിസിലായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തില് ഇറ്റ് വാസ് ആർ ഷെയർഡ് ഹിസ്റ്ററി. റെയിൽവേ, ടെലിഗ്രാഫ്, ടെലിഫോൺ, രാജ്യം മൊത്തം ബ്രിട്ടീഷുകാരുടെ അടിയിലായപ്പം പല സ്ഥലങ്ങളിൽ പല ജാതിക്കാരും പല മതക്കാരും പല ഭാഷയും സംസാരിക്കുന്ന ആൾക്കാരും പല വംശക്കാരും എല്ലാം യാത്ര ചെയ്ത് നഗരങ്ങളിൽ പോയി. അവിടെ വെച്ച് മറ്റുള്ള ആൾക്കാരുടെ സംഭാഷണത്തിൽ അവർ മനസ്സിലാക്കി, വി ഹാവ് എ ഷെയർഡ് ഹിസ്റ്ററി. 1000, 3000, 4000 വർഷത്തെ ഷെയർഡ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ഗുജറാത്തി സംസാരിക്കുന്ന ആളായാലും, ഞാൻ ബംഗാളി സംസാരിക്കുന്ന ആളായാലും, ഞാൻ
ഒറിയ സംസാരിക്കുന്ന ആളായാലും, ഹിന്ദു ആയാലും, മുസ്ലിം ആയാലും, സിഖ് ആയാലും, ക്രിസ്ത്യൻ ആയാലും, നമുക്കൊരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റാർട്ട്സ്, നമുക്കിപ്പോൾ അറിയാവുന്നത് സ്റ്റാർട്ട്സ് വിത്ത് ദ ഹരപ്പൻ സിവിലൈസേഷൻ. സോ ഇന്ത്യ കീഴടക്കിയ 2 രാജ്യങ്ങളാണ് അവർ, 2 സാമ്രാജ്യങ്ങളാണ് അവർ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നോക്കുന്നത്. ഇന്ത്യ മൊത്തം ഭരിച്ച 2 സാമ്രാജ്യങ്ങൾ, 3 സാമ്രാജ്യങ്ങൾ ആക്ച്വലി, ദി മൗര്യൻ, ദ ഗുപ്ത ആൻഡ് ദ മുഗൾ. സോ there was a rediscovery of India's past. ഇന്ത്യയുടെ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യ എങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു കോമൺ എനിമി ഉണ്ടായിരുന്നു, കോമൺ ശത്രു ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 1857 സിപ്പാഹി ലഹള കഴിഞ്ഞിട്ടാണ് ഇന്ത്യ മൊത്തം ഒറ്റൊരു, എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് തൊട്ട് തമിഴ്നാട് വരെ ഇന്ത്യ മൊത്തം ഒറ്റൊരു ഭരണത്തിലായിരുന്നു. അപ്പോഴാണ് ആൾക്കാർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി, അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ബ്രിട്ടീഷുകാർ എന്താ ഇവിടെ ചെയ്യുന്നത് ഇന്ത്യയിൽ. ആൻഡ് കുറെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഇന്ന് മനസ്സിലാക്കി, നമ്മുടെ എല്ലാം കൾച്ചർ, ഭാഷ എല്ലാം സിമിലർ ആണ്, നമ്മൾ ഒരേ ജനതയാണ്. അവിടെ നിന്നാണ് IDF ഇന്ത്യ വളർന്നു വരുന്നത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്യാം ഈ ഒരു ടോപ്പിക്കിന്. സോ വരുന്നത് 1858 അത് ഒരു ചെറിയൊരു രീതിയിൽ അത് വളർന്നു വരാൻ തുടങ്ങി, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ദാദാഭായ് നവറോജി പബ്ലിഷ് ചെയ്ത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുന്നു, പക്ഷേ അവർ ചെയ്യുന്നത് കൊള്ളയാണ്. നമ്മുടെ റിസോഴ്സസ് കൊള്ളയടിച്ച് ബ്രിട്ടീഷ് എംപയറിനെ വളർത്താൻ ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അവർ ദേ സ്റ്റാർട്ടഡ് ആസ്കിംഗ് ഫോർ റൈറ്റ്സ്. ഇന്ത്യൻസിന് നമ്മുടെ സ്വന്തം രാജ്യത്തിൽ ഇത് ഇന്ത്യൻസ് നീഡ് ഈക്വൽ റൈറ്റ്സ് ടു യൂറോപ്യൻസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു യൂറോപ്യൻസ്. വി വാണ്ട് സെൽഫ് റൂൾ, സ്വരാജ്. ആ സ്വരാജ് കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പം പൊറുതി മുട്ടിയാണ് അവർ ചോദിച്ചത്, വി വാണ്ട് ഫുൾ ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ്. സോ വി കമ്മിങ് ടു ദി, അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആണ്. വി കമ്മിങ് ടു ദി ഒറിജിൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1950 ജാനുവരി 26 മുന്നേ 26 ജാനുവരി എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. That date was known as Independence Day because it is on 26 January 1930 that there was a declaration of independence by the Congress, by the communists, by the socialists. 26 January 1930, people in villages, mohallas and towns took the Independence Day pledge. On 26 January 1950, India will become independent. 1930 തന്നെ ഡിക്ലെയർ ചെയ്തു. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ എസെൻഷ്യൽ നോഷൻസ് പറഞ്ഞാൽ പാർലമെന്ററി ഡെമോക്രസി, റിപ്പബ്ലിക്, നേഷൻ, സിവിൽ ലിബർട്ടി, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. More than this, it is a spirit of democracy, which was the foundation of the constitution. So ജനങ്ങളുടെ പിന്തുണയോടെ മാത്രം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത്, ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ് ഇന്ത്യയുടെ നേതൃത്വം നയിക്കേണ്ടത്. സോ എവറിബഡി ഹാസ് എ റൈറ്റ് ടു വോട്ട്. So another newspapers, Leader, Bombay Chronicle, Amar Bazar Patrika, Hindustan Times, they focused as the organs of the national movement. ഗാന്ധി 1922 റിമാർക്ക് ചെയ്തു. ഈ സമയത്താണ് ഗാന്ധിക്ക് കുറെ പേർക്ക് മനസ്സിലായി, ഗാന്ധിക്ക് മാത്രമല്ല കുറെ പേർക്ക് മനസ്സിലായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് സെൽഫ് റൂൾ തരത്തില്ല. Gandhi remarked, Swaraj will not be a free gift of the British Parliament. It will be a declaration of India's self-expression. നമ്മൾ തന്നെ സ്വരാജ് നേടിയെടുക്കും, അവര് തരേണ്ട ആവശ്യമില്ല. The British would not introduce any constitutional reforms on their initiative. നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യണം, നമ്മൾ അവരെ പ്രഷർ ചെയ്യണം. അത് കുറെ പേര് പറയുന്നുണ്ട്, പക്ഷേ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്
തന്നിരുന്നു. 1861, 1892, 1909, 1919, 1935. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വെറും പിച്ചക്കാശായിരുന്നു. ആ ഒരു ഇതായിരുന്നു. വെറും എന്ന് വെച്ചാൽ ഈ മറ്റേ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഈ നമ്മൾ ഒരു ഈ 100 റൈറ്റ്സ് ചോദിച്ചാൽ അവർ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കും. ആ ഒരു ചെറിയൊരു കൺസെഷനായിട്ടാണ് അത് കൺസെപ്റ്റ് അവര് തന്നത്. അതുകൊണ്ട് അവര് തരാതെ നമ്മൾ അവർ ഫോഴ്സ് ചെയ്യണം, നമ്മൾ പിടിച്ചെടുക്കണം. The Indian Constitution borrowed provisions from the Government of India Act 1935. So, പഴയ ആക്ട്സ് ഞാനിപ്പം പറഞ്ഞ 1861, 1892, 1909, 1990, 1935 യോജിക്കാത്ത കുറെ ക്ലോസസ് ഉണ്ടായിരുന്നു. പക്ഷേ there were clauses within these acts that could be brought to the new constitution. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് തന്നെയാണ് ഇവിടെ കുത്തിത്തിരിപ്പും മറ്റേ വർഗീയത ഉണ്ടാക്കിയത്. സോ 1909 1919 ആക്ട്സ് ബ്രിട്ടീഷ് ഇവിടെ കൊണ്ടുവന്നത് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നു, പക്ഷെ വർഗീയ വേഷം കുത്തിക്കേറ്റിട്ടാണ് അത് തന്നത്. So 1919 constitutional reforms British introduced ചെയ്തു. It asserted that the time and pace of constitutional reform would be decided by the British alone. നമ്മൾ ഡിസൈഡ് ചെയ്യണം എപ്പം എന്ത് എവിടെ കൊടുക്കണം. So Commonwealth of India ബില്ലില് several leaders pressed the need to place India as a self-governing dominion. Australia, New Zealand, ഒരു മിനിറ്റ്. So leaders pressed the need to place India as a self-governing dominion, like Australia, like New Zealand, like South Africa. At this juncture, Motilal Nehru proposed a resolution of the Round Table Conference to recommend schemes for the protection of minorities and setting up a constitution for India. The first time demand for a constitution was spelled out, 1925. The resolution became known as a national demand and was passed by the Central Legislative Assembly. Against the national demand resolution, the British government set the Simon Commission to recommend constitutional changes. നിങ്ങൾ നമ്മുടെ അടുത്ത് പറയണ്ട, നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയും എന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. The All Parties Conference was appointed in May 1928 with Motilal Nehru, Jawaharlal Nehru's father, as a chairman to determine the principles of the Constitution of India. He brought out the Nehru Report on 28 August 1928, which outlines the draft Constitution of India. ഒരു constitutional draft outline ചെയ്തു. It laid emphasis on securing the people's fundamental rights: freedom of profession, freedom of religion, freedom of ethics, equality before the law, equal rights for men and women, right to assemble, and the right to education. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഗ്യാരണ്ടി ചെയ്ത റൈറ്റ്സ് ഇന്ത്യൻസിന് വേണ്ടി ഗ്യാരണ്ടി ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. Motilal Nehru basically said, you have guaranteed these rights to your people. Now it is time to guarantee these rights to us, Indians. The boycott of the Simon Commission followed the Nehru Report. സൈമൺ കമ്മീഷൻ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വരുന്നില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവർ ബോയ്ക്കോട്ട് ചെയ്തു സൈമൺ കമ്മീഷൻ. The Congress declared the civil disobedience movement. അവിടെ വെച്ച് it became clear that the Indians were unsatisfied with these British concessions and wanted nothing less than their own constitution. After 1934, the demand for the Constituent Assembly became frequent. There should be a Constituent Assembly set up by Indians to decide the future of India. 1934 കഴിഞ്ഞിട്ട് അത് കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയി the demands. 1936 provincial elections.
The Congress won the majority of the seats. 7 out of 11 provinces. 11 provinces, 7 provinces Congress ജയിച്ചു and decided to form ministries. These leaders declared that they were not ready to accept the existing constitutional framework. Congress Working Committee session in Wardha decided to favor a new office and remind the legislators a demand for a constituent assembly as soon as possible. Nehru pressed the legislators to introduce resolutions in the assemblies rejecting the constitution provided by the Act of 1935. The Act 1935 Government of India Act lana Aden, Yemen Adenum, ഇപ്പോഴത്തെ ബർമ ബ്രിട്ടീഷ് ഇന്ത്യനെ സെപ്പറേറ്റ് ആയത്. അപ്പം അതിലും ആ ഒരു ആക്ടിൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്സ് സെറ്റ് ചെയ്തിരുന്നു. ഇത് റിജക്ട് ചെയ്തിട്ട് 1935 ആക്ടിലുള്ള റെസൊല്യൂഷൻസ് റിജക്ട് ചെയ്തിട്ട് he demanded a constituent assembly. The Congress provinces wanted a Government of India Act to be replaced by a Constitution for a Free India. Constitution of India ആയിട്ട് അത് റിപ്ലേസ് ചെയ്യണം based on full adult franchise. September 1937, the Central Legislative Assembly introduced a resolution recommending the replacement of the Act of 1935. Later, the Haripura session of Congress also demanded the repeal of the Act of 1935. Now, ഓക്കെ, അപ്പം വരുന്നത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ല ഈ 1935 കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ പ്രോവിൻസസിൽ മെയിൻ പ്രോവിൻസസ് ഓഫ് ബോംബെ, മദ്രാസ് ആൻഡ് ബംഗാൾ, ഇവിടെ എല്ലാം എലക്ഷൻസ് നടത്താം. ഇന്ത്യൻസ് ക്യാൻ സെലക്ട് ദർ ഓൺ റെപ്രസെന്റേറ്റീവ്സ്. പക്ഷെ ആ റെപ്രസെന്റേറ്റീവ്സിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇരിക്കാം. പക്ഷെ കുറെ കാര്യത്തിൽ എസ്പെഷ്യലി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിന് അവർക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. കോൺഗ്രസ് ഈ ഒരു കൺസെഷൻ ഉപയോഗിച്ച് ദേ gathered popular support among the people and they began pressing the British government to enact the Constitution of India. So the first World War സമയം വരെ പോയി. The Congress demanded that India be recognized as an independent nation and entitled to frame its own constitution. Now Great Britain First World War opening yearലാണ് Britain was in a very perilous ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലായിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ആദ്യത്തെ ഒരു വർഷം. സോ ഇത് ഇന്ത്യ കൈവിട്ട് പോകുമെന്ന് പേടിച്ചിട്ട് they made an August offer in 1940 to secure Indian support for the war. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഈ യുദ്ധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത if you support us during this war, because England needed resources from India, it needed weapons to be manufactured from India, and it needed Indian soldiers to fight. Because they were not only fighting Germany, they were fighting Germany, Italy and Japan. ഏഷ്യയിലും യുദ്ധം ചെയ്യുമായിരുന്നു, നോട്ട് ഓൺലി ഇൻ യൂറോപ്പ്. അപ്പം ബ്രിട്ടീഷ് അവർ പേടിച്ചുപോയി. ഇഫ് ഇന്ത്യ കൈവിട്ടുപോയാൽ എല്ലാം കുഴയും. അതുകൊണ്ട് അവർ ഓഗസ്റ്റ് ഓഫർ ഇട്ടു. So the British agreed to set up a body and devise a framework for a new constitution of India if India supported Britain during the war. However, the question of how the body was to be constituted and the issue of adult suffrage were not mentioned. This led Congress to proceed with the civil disobedience movement in protest against the issues of the August offer. In March 1942, Britain collapsed in Southeast Asia. Singapore, Malaysia, ബോർണിയോ, സുമാട്ര, ഇതെല്ലാം ഇവരുടെ ബ്രിട്ടീഷിന്റെ ഗവൺമെന്റ് കയ്യിൽ നിന്ന് പോയി. ബർമയും അവരുടെ കയ്യിൽ നിന്ന് പോയി. ജപ്പാൻ പിടിച്ചെടുത്തു ഈ ടെറിട്ടറീസ് എല്ലാം. വിൻസ്റ്റൺ ചർച്ചിൽ announced the dispatching of the Cripps mission and recommended the procedure of setting up the Constituent Assembly.
For the first time, Britain accepted the constitution would be the responsibility of the Indians alone. The government accepted the idea that the Constituent Assembly, idea of a Constituent Assembly, which was a mission failure. The mission was followed by the historic Quit India movement and Gandhi's Do or Die declaration. Gandhi said that the provisional government of Free India would create a scheme for a Constituent Assembly. Gandhi basically പറഞ്ഞു ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് സഹായമില്ല, നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കാം എന്നാണ് ബേസിക്കലി ഗാന്ധി പറഞ്ഞത്. ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയം പോലെ Britain needed the support of the Indian population to win this war. അപ്പോൾ ആ ഇന്ത്യൻ പോപ്പുലേഷന്റെ സപ്പോർട്ട് കിട്ടാൻ they sent the August offer. ആ ഓഗസ്റ്റ് ഓഫർ വെറും ഐവാഷ് ആണെന്ന് പറഞ്ഞ് they started the Quit India movement. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങി. So the first in second world war end ചെയ്തു. Eventually ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്തപ്പം അവർക്ക് സപ്പോർട്ട് കിട്ടി. ഇന്ത്യൻ പട്ടാളക്കാരെല്ലാം കൂടുതൽ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. So the British accepted responsibility that they would help India, they would help to form a constituent assembly. By May 1945, Nazi Germany തോറ്റു, and majority of the fighting against Japan was being done by the United States of America. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇലക്ഷനിൽ ലേബർ പാർട്ടി ജയിച്ചു, ചർച്ചിൽ തോറ്റു. He lost the elections and they initiated a fresh attempt. Another viceroy, Lord Wavell, promised to summon a constitution making body. February 1946, the British government sent a cabinet mission to resolve the issues of freedom and constitution making. So the mission proposed that the best way to set up a constitution making body was through an election based on universal adult franchise. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ആ ഒരു സിറ്റുവേഷൻ ആയി. കോൺഗ്രസ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴി ഒരു എലക്ഷൻ നടത്താൻ ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മിഷൻ തന്നെ അത് കോൺഗ്രസിനെന്നും പറഞ്ഞു. However, any attempt to formulate these new steps through election would delay the formulation of a new constitution. Therefore, it was decided that the newly elected legislative assemblies of the provinces would elect members to the Constituent Assembly. The members of the Constituent Assembly would be elected based on the one representing the population. 46 ഇലക്ഷന്റെ ആ കാര്യം ഞാൻ പറഞ്ഞു, കോൺഗ്രസിന് മെജോറിറ്റി കിട്ടി 200 സീറ്റ്. അപ്പം ആ വഴി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യാമെന്ന് ഒരു പ്രൊപ്പോസൽ ഇട്ടു, ഇനി ഒരു ഇലക്ഷൻ നടത്താതെ. The cabinet mission suggested the division of power between the union and provinces. Constituent Assembly should be divided into two sections. Provisional representatives should decide the constituencies of the provinces, and the Union of India was set up to deal with foreign affairs, communications and defense. ഞാൻ പറഞ്ഞല്ലോ ലീഗ് ഈ ഒരു ഇന്റേം ഗവൺമെന്റ് കയറി അവിടെ ഇരുന്ന് കൊണ്ടുവന്നോണ്ടാ നോക്കിയത്. The criticism came from the Muslim League, who rejected the Constituent Assembly at every stage. So even without the Muslim League's
support, അവർ ഡിസൈഡ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി is to have 389 members, 296 from British India, 93 from the Princely States. 1946 ഇലക്ഷൻസിൽ പിന്നെ കോൺഗ്രസ് ഞാൻ പറഞ്ഞ 200 കൂടുതൽ സീറ്റ്സ് ജയിച്ചു. മുസ്ലിം ലീഗ് ആകെ 73 സീറ്റ്സ് ജയിച്ചു. അത് മുസ്ലിം ലീഗ് ജയിച്ചത് 78 മുസ്ലിം സീറ്റ്സ് എന്ന് വെച്ചാൽ മുസ്ലിംസിന് വേണ്ടി റിസർവ് ചെയ്ത 78 സീറ്റ്സിൽ നിന്ന് അവർ 73 ജയിച്ചിട്ടുണ്ട്. Not only did they not win all the Muslim seats that were reserved for the Muslims, they also failed to win even one seat in open competition. Unreserved ആയിട്ടുള്ള ഏരിയസിൽ അവർ ഒറ്റ സീറ്റ് പോലും ജയിച്ചില്ല. ഈ 5 മുസ്ലിം സീറ്റ്സ് വന്നത് it was from Northwest Frontier Province and Sindh. ഈ ഒരു തോൽവി, ഈ ഇലക്ഷനിൽ ഈ ഒരു ഭീമമായ ഒരു തോൽവിയാണ് that pushed the Muslim League to go for direct action. It is this election loss where they could not win even all the seats that were reserved for them that led the Muslim League to push for direct action. Constant opposition to the assembly gave the Muslim League and refused to join deliberations. The Constituent Assembly summoned its first annual session in 9 December 1946. Rajendra Prasad became the elected president of the Constituent Assembly. On 13 December, Nehru moved the famous Objective Resolution and was passed by January 1947. The Mountbatten Plan was proclaimed on 3rd June. The plan made it clear that India was to be partitioned. By 1947, partition was inevitable. ആര് ശ്രമിച്ചാലും ആര് ചത്താലും ആരെ കൊന്നാലും partition was going to happen because it was too late. This completely changed the perspective of the Constituent Assembly, as the cabinet mission plan was no longer relevant. When India became independent, the Cabinet Constituent Assembly became a sovereign body. It was responsible for formulating the constitution as well as making ordinary laws. The Constituent Assembly was organized into 5 stages. Second. So it was organized into 5 stages. So first stage was committee was asked to present its report on basic issues. Report on basic issues. B.N. Rao prepared the initial draft. എല്ലാ കമ്മിറ്റീസും കൂടെ ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തൊക്കെയായിരുന്നു ബേസിക് ഇഷ്യൂസ്, ജനങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടാണ് ജനങ്ങൾ ഫേസ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ, സോഷ്യോ ഇക്കണോമിക്, ഇതെല്ലാം. അപ്പം അതെല്ലാം ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റിലോട്ട് B.N. Rao ചെയ്തു. The drafting committee under Dr. Ambedkar presented a draft constitution. This was published for public discussions and comments. The draft constitution was discussed and popular amendments were made. And the constitution was adopted. The fifth stage was the adoption of the constitution. ഈ 5 സ്റ്റേജിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്തത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നെസസറി ക്ലോസസ് അവർ ബോറോ ചെയ്തു അവിടെ നിന്ന്. എന്നിട്ട് 2 മാസത്തിനുള്ളിൽ ഡിസ്കസ് ചെയ്ത് ഡെലിബറേറ്റ് ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അവർ എനാക്ട് ചെയ്തു. On 4th November 1948, the first reading of the draft of the constitution was introduced in the assembly by B.R. Ambedkar. Second draft reading 15 November. എന്നിട്ട് October 1949 എൻഡ് ചെയ്തു.
So many amendments were proposed and discussed. The third reading of the draft started on 14 November 1949, and the draft constitution was passed on 26 November 1949. ഒരു വർഷം എടുത്ത് ഒരു full draft ഉണ്ടാക്കാൻ. Out of the 299 members of the constitution, 299 members of the assembly, 284 signed the constitution. 26 November 1948 preamble 395 articlesum 8 schedule ഉണ്ടായിരുന്നു. And Ambedkar, who had a prominent part in making the constitution, was known as the father of the constitution of India. Some constitutions are too rigid, some are too flexible. ചിലതിൽ മാറ്റമേ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചിലതിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചില രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് 1-2 കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ക്യാൻസൽ ചെയ്തിട്ട് 3ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. നൈജീരിയ എന്ന് പറഞ്ഞ രാജ്യം 1960 സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദേ ആർ ഫോളോയിങ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1999. അതുകൊണ്ട് പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ലാപ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഇത്രയും ഡെലിബറേറ്റ് ചെയ്ത്, ഈ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇത്രയും ഡെലിബറേറ്റ് ചെയ്ത് 284 മെമ്പേഴ്സ് സൈൻ ചെയ്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഇറ്റ് ബാലൻസ്ഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. അതുകൊണ്ടാണ് ഇന്നും അമെൻമെന്റ്സോടെ തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ടു ഫങ്ഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ടു ഫങ്ഷൻ. So the constitution basically provides an outline for democratic and parliamentary form of government. Prime Minister ആയാലും, പ്രസിഡന്റ് ആയാലും, രാജാവായാലും, രാജ്ഞി ആയാലും, ഗവർണർ ആയാലും, CM ആയാലും, ഈവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും, അവരെ ലിമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് ലിമിറ്റ് ചെയ്യുന്ന, അവരുടെ പവേഴ്സ് എന്താണ് എന്തല്ല എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. The constitution provided a basic structure for Indian democracy, and the basic structure of the constitution can never be altered. India as a sovereign socialist democratic republic, that can never be altered. The basic structure cannot be altered. It compromises a list of fundamental rights and directive principles. The fundamental rights guarantee against encroachments by the state. സ്റ്റേറ്റിന് നമ്മുടെ റൈറ്റ്സ് ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒരിക്കലും നമ്മുടെ റൈറ്റ്സ് ലംഘിക്കാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. The directive principles are a set of directives to the state to introduce reforms to make fundamental rights effective. ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പാക്കാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് സ്റ്റേറ്റിനോടാണ് പറയുന്നത്. The Congress had been demanding adult suffrage. Every single man and woman above a certain age should be allowed the right to vote. അതാണ് adult suffrage എന്ന് പറയുന്നത്. Since the 1920s, it adopted the principle of adult suffrage for the success of democratic rule. That all adults are allowed to vote after completing a defined age limit. തുടക്കത്തിൽ 21 വർഷമായിരുന്നു, പിന്നെ അത് 18 വർഷത്തിലോട്ട് കുറച്ചു. The basic feature of the constitution was a republican and democratic form of government. Janadhipatya Rashtriya. The secular feature of the constitution, the detachment of powers between legislature, executive and judiciary. ഈ പവേഴ്സ് എല്ലാം ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പവേഴ്സ്, the powers in the constitution said that judicial powers ഉണ്ട്, legislative powers ഉണ്ട്, executive powers ഉണ്ട്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദി പാർലമെന്റ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ജുഡീഷ്യറി എന്ന് പറയുന്നത് പവർ ഓഫ് ദ കോർട്ട്. ഇത് മൂന്നും സെപ്പറേറ്റ് ആണ്. ഒരു ക്വാസി ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ സ്ട്രക്ചർ ആണ്. സ്റ്റേറ്റ്സിന്റെ റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ഈ കൺട്രോൾ ഇസ് വിത്ത് ദി യൂണിയൻ, അതന്നെ യൂണിയൻ ഗവൺമെന്റ്. Some other features such as free and fair elections, the rule of law, judicial review, freedom of individuals, unity and integrity, equality, economic and social justice, protection of minorities, fundamental rights and the directive principles, independent judiciary, etc. ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഇറ്റ് ഇസ് ദി ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അതുപോലെ ഇറ്റ് വാസ് ഡിറൈവ് ഫ്രം വേറിയസ് സോഴ്സ്. ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935,
American Constitution, fundamental rights, directive principles, Irish Constitution. Political part of the Constitution was taken from the British Constitution. Other provisions, Canada, Australia, Germany, France, Russia, South Africa, ആ provisions എല്ലാം അവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തത്. അപ്പം അതെല്ലാം എടുത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് മാറ്റിയെടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചെയ്തത്. പിന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടുമാണ്. A rigid constitution is one which requires special procedures for amendments. Und a flexible constitution means it can be amended like ordinary laws. രണ്ടിനും provision ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. Amendments through special procedures and amendments by law. ഒരു ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷെ ഒരു ഫുള്ളി ഫെഡറൽ സിസ്റ്റം അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഡുവൽ ഗവർണൻസ് ആണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. There's a division of powers. സെൻട്രൽ ഗവൺമെന്റിന് കുറെ കാര്യങ്ങൾ പാരമൗണ്ടൻസി ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കുറെ കാര്യങ്ങൾക്ക് അവർക്ക് ഡിസിഷൻ എടുക്കാം. So it is based on a parliamentary form of government. Principle of cooperation and coordination between the legislature and the executive. In this system, the majority party rules the country. There is a collective responsibility of the executive or legislature. The executive is the prime minister. The legislature is the elected body. അതുപോലെ തന്നെ parliamentary form of government ആണ്. Prime minister is the political head. The titular head is the president. And the prime minister is the political head. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ഇംഗ്ലണ്ടിൽ പാർലമെന്ററി സിസ്റ്റം ആണ്, പക്ഷെ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. പ്രസിഡന്റിന് പകരം കിങ് ഓഫ് ഇംഗ്ലണ്ട് ആണ് അവിടെ ഇരിക്കുന്നത്. But in the United States, the parliamentary form of government alla, the presidential system aanu. The president is the head of the government and the second in command is the vice president. The Supreme Court is the top judicial body. Below it comes the High Court and state level courts. Supreme Court is the highest court of appeal, protector of fundamental rights and protector of fundamental rights of the citizens of the Constitution. Kodadi oru balance ആയിട്ടാണ് നടക്കുന്നത്. Judiciary acts as a balance towards the powers of the executive and the legislature. So Constitution of India envisages a secular state. It does not support any religion as the official religion of India. The term secular was added to the Indian Constitution by the 42nd Amendment in 1976. Equality of law, liberty of citizens, non-discrimination, equal opportunity, freedom of religion. The Indian Constitution provides single citizenship. പാകിസ്ഥാന്റെയും വേറെ കുറെ രാജ്യങ്ങൾക്കും ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. യു ക്യാൻ ബി എ സിറ്റിസൺ ഓഫ് 2 countries. സോ ഞാനിപ്പം ബ്രിട്ടീഷ് സിറ്റിസൺ ആണെങ്കിൽ ഞാൻ അമേരിക്കയിൽ കുറെ കാലങ്ങൾ അവിടെ താമസിച്ചാൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കുറെ കാലങ്ങൾ അവിടെ താമസിച്ചാൽ എനിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് 2 രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ആകാൻ പറ്റും. പാകിസ്ഥാനിൽ അവരുടെ ഒരു ക്ലോസ് ഉണ്ട്. They can be a citizen of 2 countries. They can be a citizen of Pakistan, they can be a citizen of England. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയില്ല. ഇന്ത്യക്ക് ഒറ്റ സിറ്റിസൺഷിപ്പ് ഉള്ളൂ. ഇന്ത്യ വേറൊരു രാജ്യത്തിന്റെ സിറ്റിസൺ ആവണമെങ്കിൽ, പൗരനാണെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം അവര് വിഡ്രോ ചെയ്യണം. They have to declare that they are no longer an Indian citizen. പാസ്പോർട്ട് ഒക്കെ സറണ്ടർ ചെയ്യണം. So it provides single citizenship. You can be a citizen of India or you can be a citizen of some other country. രണ്ട് നടക്കത്തില്ല. So the Constitution of India has emergency provisions enabling the president to force emergencies. The 3 types of emergencies: national, state and financial emergency. അപ്പോൾ ഈ ഒരു പവർ എമർജൻസി പ്രൊവിഷൻസ് പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് പ്രസിഡന്റിലോട്ടാണ് പോകുന്നത്. പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് പ്രസിഡന്റിലോട്ടാണ് കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനൊരു 2 minutes തരാം. നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. യൂണിറ്റ് നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്യാം.
നമ്മൾ അവസാനത്തെ യൂണിറ്റിലോട്ട് വന്നിരിക്കുകയാണ്. കം ടു ദ ഫൈനൽ യൂണിറ്റ് ഓഫ് ദ ബ്ലോക്ക്, പ്രിയാമ്പിൾ ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഇൻഡെക്സ് പോലെയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നതിന് മുന്നേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി എന്താ പറയുന്നത് എന്നാണ് ഒരു സമ്മറി കൊടുക്കുകയാണ് പ്രിയാമ്പിൾ. What the Constitution is hoping to achieve. So the preamble can be defined as a means to know the Constitution's content. It was recorded in the beginning of the Constitution. If we go through the preamble, we will get a philosophy and goals of the Indian Constitution. The peculiarity of the Indian Constitution is that it has written rights, list of rights, and the Declaration of Rights. This peculiarity is marked as different to the British Constitution. British Constitution written allayirunnu. There is no written constitution for England. From the beginning, the British rejected Indian demands for a list of rights. Indians, after independence, because of colonial experience, developed a list of rights which was written down. So coming to the preamble of the Indian Constitution. So preamble എന്ന് പറയുന്നുണ്ട് ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ തുറക്കുമ്പോൾ we the people of India having solemnly resolved to constitute India into a sovereign democratic republic to secure all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, to hereby adopt, enact and give ourselves to this Constitution. ഇതാണ് Constituent Assembly 1949 enact ചെയ്ത preamble. പറഞ്ഞതുപോലെ preamble symbolizes the basic philosophy and values of the Constitution. It contains the Constituent Assembly's vision and reflects the national leader's aspirations. K.M. Munshi, who was the member of the drafting committee of the Constituent Assembly, said the preamble is a horoscope of a sovereign democratic republic. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജാതകമാണ് preamble. So keywords: sovereign. It implies that India is neither a dependent state nor a dominion of any other nation. We are not dependent on other. We are not under anybody else. India is an independent state with no authority above it. The country is free to conduct its affairs. We are free. Socialist. The term socialism was added to the 42nd Amendment of the Indian Constitution in 1976. It promotes democratic socialism, believes in a mixed economy where private and public sectors coexist. The idea aims to end poverty, ignorance, disease, and inequality of opportunity. ഈ സോഷ്യലിസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം എന്നാണ് ഉദ്ദേശിച്ചത്. Secular. This term secular was also added to the 42nd Amendment. It guarantees equal status for all religions in the country, regardless of their strength. Parsi, tribal, animist, Hindu, Muslim, Christian, എന്തായാലും you are equal before the law. Democratic. It is based on the doctrine of sovereignty, that the possession of supreme powers by the people. ഈ തെരഞ്ഞെടുക്കാൻ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്കേ പറ്റത്തുള്ളൂ. The Indian Constitution provides a representative parliamentary democracy. The executive is responsible to the legislature for all its policies. So, Prime Minister തോന്നുന്ന പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. Any decision he takes has to pass through the parliament. The executive is responsible to the legislature. Some other characteristics are universal adult franchise, elections, rule of law, and absence of discrimination. Republic. Head of state is elected directly or indirectly. The term indicates that the country has an elected head
and the president is elected for a period of 5 years. President, Prime Minister is elected for a period of 5 years. The concept of fundamental rights, ഒരു ശക്തിക്കും ഒരു നേതാവിനും ഒരു ആർക്കും ഈ ഒരു റൈറ്റ്സ് ലംഘിക്കാൻ പറ്റത്തില്ല. So it was an embryo form in the Constitution of India Bill 19, Government of India Bill 1895. The idea was predominantly in the Nehru Report of 1928. Constituent Assembly did not reject the need for fundamental rights. The question they faced was how to distinguish between immediate rights like political rights, the right to free and fair elections, and those that could be granted over time, like social and economic rights. Solution to the problem was borrowed from the concept of the Irish Constitution, thus encoding the social and democratic rights as directive principles of state policy. Directive principles of state policy. Fundamental rights lie in Part 3 of the Constitution. The directive principles lie in Part 4. Part 3 is known as the Magna Carta of India. These fundamental rights are basic and essential law and rights for people's material, moral and spiritual developments. Right to life, right to free and fair elections, right to free speech. ഇതെല്ലാം fundamental rights ന്റെ അടിയിൽ വരുന്നതാണ്. They are enforceable. The fundamental rights contain traditional, civil and political rights, where directive principles contain new economic and social rights. Distinction between these two is important because the state could not straight away guarantee political civil liberties under fundamental rights. പെട്ടെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്ത റൈറ്റ്സ് എല്ലാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിലും അവരിട്ടു. So coming to the fundamental rights that are mentioned in the Indian Constitution, right to equality. Article 14, equality before the law and guarantee of equal protection of the law. ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും ഇല്ല. Everybody is equal before the law and everybody equal representation. Article 15 of the Indian Constitution, prohibition of discrimination based on religion, race, caste. നിങ്ങളുടെ മതം, ജാതി, വംശം, വർഗം ഇതിന്റെ പേരിൽ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Article 16, equal opportunity. You will be given equal opportunity to represent yourselves, equal opportunity to represent your case, equal opportunity in jobs, equal opportunity in education. Article 17, ഏറ്റവും important in that, the abolition of untouchability. Article 18, abolition of titles. ഈ കൈസറെ ഹിന്ദ്, സിത്താരി ജോർജ് അങ്ങനെയുള്ള കുറെ കൊളോണിയൽ എന്ന ടൈറ്റിൽസ് എല്ലാം അബോളിഷ് ചെയ്തു. പിന്നെ the second part, right to freedom. Freedom of speech, freedom of expression, assembly, association, residence, profession, movement. നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തും ഏത് എന്താ പറയുന്നത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അസംബിൾ ചെയ്യാം, ആൾക്കാരുടെ അടുത്ത് പറയാം, ആൾക്കാരുടെ അടുത്ത് പ്രചരിക്കാം. We can create political associations. We can stay in any area of India. We can follow any profession. We can move anywhere. ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഇൻ കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. Right to elementary education. Everybody has a right to elementary education. And protection against arbitrary arrest and detention. കാര്യമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിലിടാൻ പറ്റത്തില്ല. Then the right against exploitation. Prohibition of human trading and forced labor. And prohibition of child labor. Right to freedom of religion. Fourth part.
freedom of free profession, practice and propagation of religion. You can follow religion, you can practice religion, you can profess your religion. Freedom to accomplish religious affairs. നമുക്ക് നമ്മുടെ മതത്തിന്റെ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് നമുക്ക് ചെയ്യാം. നമ്മുടെ റിലിജൻ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ടാക്സസ്, അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്. എനിവേ, ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ഒരു മതത്തിൽ പെടാതിരിക്കാം, നമുക്ക് യുക്തിവാദികളാവാം. വി ക്യാൻ ബി ഏത്തിയസ്റ്റ് ഓർ അഗ്നോസ്റ്റിക്. നമ്മൾ ഒരു മതത്തിന്റെ അടിയിലാവണമെന്നില്ല. നമുക്ക് മതങ്ങൾ തന്നെ നമ്മൾ യുക്തിവാദിയായിട്ട് വി ക്യാൻ ഡിക്ലെയർ അവർ സെൽവ്സ് ആസ് ഏത്തിയസ്റ്റ്. വി ഡു നോട്ട് ബിലീവ് ഇൻ എനി റിലിജൻ. അതും റൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് മൈനോറിറ്റി കൾച്ചർ. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, റീജിയണൽ സ്ക്രിപ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ റീജിയണൽ കൾച്ചേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതും കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ തന്നിട്ടുണ്ട്. മൈനോറിറ്റീസിന്റെ അവരുടെ നിലനിൽപ്പിനും അവരുടെ മറ്റേ ഡെവലപ്മെന്റിന് വേണ്ടി ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് educational institutions. Then right to constitutional remedies, right to move the court to enforce fundamental rights. നമുക്ക് ഒരു സാധാരണക്കാരന് തന്നെ സുപ്രീം കോടതിയുടെ അടുത്ത് പോയി പറയാം, ഹൈക്കോടതിയുടെ അടുത്ത് പോയി പറയാം, my fundamental rights are being encroached upon and the court has to protect me. Habeas corpus, mandamus, പ്രൊഹിബിഷൻ, കോ വാറന്റോസ്, ക്രിയോട്ടാറെ, ഇതെല്ലാം നമുക്ക് കോടതിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. We can make the court force the government to follow our fundamental rights, to protect our fundamental rights. റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ഉയർന്നു വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഉയർന്നു വന്നൊരു ക്ലോസ് ആണ് ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത്. സോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അന്ന് വളർന്നു വരുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിലെ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് മാറ്റി 44th അമെൻമെന്റില്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അത് ഇൻഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല ഗവൺമെന്റിന്. അതുകൊണ്ട് ദേ റിമൂവ് ദാറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ്. ആ ഒരു ക്ലോസ് എന്ന് വെച്ചാൽ വേറൊരു റൈറ്റിന് വേണ്ടി ഞാൻ ഇതുവരെ പറഞ്ഞ ബാക്കിയുള്ള റൈറ്റ്സ് അതിലൊന്നും എൻക്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് അവർക്ക് മനസ്സിലായി, ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിയിൽ വരുത്തുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആണ്. അതുകൊണ്ട് അവരെടുത്ത് മാറ്റി. അതുകൊണ്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നു. So basically, they ensure protection of individuals and minorities from arbitrary state actions. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ലാതാവാനിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. If the right of a citizen is denied, he can approach the Supreme Court or High Court for relief. And the fundamental rights cannot be suspended in case of the declaration of emergency. Emergency declare ചെയ്താലും എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. The courts have a right to check whether these rights have been violated. If the rights are violated, they can employ effective remedy. The issue of writs like habeas corpus. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാം. നമുക്ക് ജസ്റ്റ് ഒരാൾ മിസ്സിംഗ് ആണ്, അയാളെ പോലീസ് പൊക്കിയെന്ന് നമുക്കറിയാം. പക്ഷെ പോലീസ് പറയുന്നു അയാളെ എടുത്തിട്ടില്ല. കോടതിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. എന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അയാളെ കോടതിക്ക് മുന്നേ ഹാജരാക്കണം, അല്ലെങ്കിൽ 48 മണിക്കൂർ മുന്നേ അയാളെ കോടതിയിൽ ഹാജരാക്കണം. അപ്പം പോലീസിന്റെ തലയിലാണ് ആ ചുമതല. The police have to present that person. If that person is in custody, has been taken in custody and has രഹസ്യമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. Now പോലീസ് അത് ആരടുത്തും പറയാതെ രഹസ്യമായിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്ത the police will have to present him in front of the court as soon as possible. അത് പോലീസിന്റെ കയ്യിൽ അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, even if that person is not under police custody or not, അയാൾ മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ പോലീസിന്റെ ചുമതലയാണ് അയാളെ തപ്പിപ്പിടിച്ച് കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ. അതാണ് ഹേബിയസ് കോർപ്പസ്. ബാക്കിയുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ the court, the citizens can go to the court and the court can force the government, force the police, force the machinery, government machinery
to enforce and protect fundamental rights. Major characteristics of fundamental rights are arbitrary action എതിരെ നമ്മളെ രക്ഷിക്കും. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇടാം, പക്ഷേ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇടാൻ പറ്റത്തുള്ളൂ. എമർജൻസി പീരിയഡ് ഒക്കെ ഈ സെക്ഷൻ 144 ഒക്കെ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അതൊക്കെ റീസണബിൾ ഒരു എമൗണ്ടിൽ വെച്ചാണ് അത് ചെയ്യാൻ പറ്റുന്നത്. They are justiciable, which are they are legally enforceable. Supreme Court guarantees them. They can be suspended during national emergencies, and their application is restricted while martial law is enforced, military law is enforced. പിന്നെ നമ്മൾ വരുന്നത് DPSP-ലോട്ടാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണ് ഇത് പറയുന്നത്. The rights mentioned in directive principles are excluded from the purview of the courts. They are guidelines or instructions issued by legislatures and executives. The state shall strive to promote the welfare of the people by securing and protecting as effectively as it may social order in which justice, social, economic, political shall inform all institutions of national life. It implies that the state shall ensure that all citizens have adequate means of livelihood, ensure equable distribution of resources, and check the concentration of wealth among the few. This means of livelihood, distribution of resources, check the concentration of wealth. ഇത് സ്റ്റേറ്റിന് ഇൻഫോഴ്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് അത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വന്നത് സ്റ്റേറ്റ് ഇത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. The state should also ensure that there should be equal pay for equal work for both men and women. Checks on the health of the workers, ensure healthy working conditions, protect basically labor, social, economic protections ആണ് DPSP-യുടെ അകത്ത് വരുന്നത്, ലേബർ ലോസ് ഒക്കെ. The protection and improvement of the environment and the safeguard of forests and wildlife in the country. Environmental regulations, wildlife protection acts എല്ലാം DPSP-യുടെ അടിയിൽ വരും. The preamble, fundamental rights, the DPSP together make it clear that the Indian Constitution is aimed at creating an egalitarian society by protecting individual freedom. So this is the basic outline of the Constitution. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരാം, നിങ്ങൾ ഈ യൂണിറ്റിലുള്ള കണ്ടന്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചോ. യൂണിറ്റിലുള്ള കണ്ടന്റ് give you 5 minutes. നമ്മൾ ഇതുവരെ എടുത്ത് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചു.
അഹമ്മദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഹമ്മദ് എന്താണ്? ആരോ കൈ പൊക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് LSCs കിട്ടിയിട്ടുണ്ട്. LSC ഫറൂഖ് കോളേജിൽ തന്നെ യെസും നോവും വന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജ് യെസ് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് LSCs കിട്ടിയിട്ടില്ല. ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ SL നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ LSC കോർഡിനേറ്ററിന്റെ അടുത്ത് പോവുക. LSC കോർഡിനേറ്ററിന്റെ അടുത്ത് പറയണം ഈ നമുക്ക് SLM കിട്ടിയിട്ടില്ല, ഈ SLM കിട്ടിയിട്ടില്ല, അതുകൊണ്ട് രജിസ്ട്രാറിനും VC-നും ഒരു മെയിൽ അയക്കുക. ആ മെയിലിൽ പറയും ഇത്ര SLMs കിട്ടിയില്ല, എത്രയും പെട്ടെന്ന് ഈ SLMs ഇവിടെ എത്തിക്കാനുള്ള നടപടി എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സെമസ്റ്ററിന്റെ ഒരു ബുക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ബുക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ LSC കോർഡിനേറ്റർ വഴി മെയിൽ അയക്കുക. അപ്പൊ അതിന് ഇവിടെ ഈ ബുക്സ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എത്ര പെട്ടെന്ന് ബുക്സ് എത്തിച്ചേക്കണം. പിന്നെ ഇതിന്റെ സോഫ്റ്റ് കോപ്പി, ഞാനിപ്പോൾ കാണിച്ച SLM സോഫ്റ്റ് കോപ്പി ഓൺലൈൻ നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ലേണേഴ്സ് പോർട്ടൽ ഫോണിൽ എൽഡെസ്ക് വഴി ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ലേണേഴ്സ് പോർട്ടലിൽ ഇതുണ്ട്, എൽഡെസ്കിൽ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഈ SLM നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ഹാർഡ് കോപ്പിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ LSC കോർഡിനേറ്റർ സന്ദർശിച്ചിട്ട് LSC കോർഡിനേറ്ററിനോട് ചോദിച്ചിട്ട് ഒരു മെയിൽ അയക്കുക, പറയുന്നത് ഇത്ര ഈ LSCയിൽ ഈ സബ്ജക്റ്റിന് ഇത്രയും ബുക്സ് കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളത്. ഓക്കെ, സോ ക്ലാസ് ഇവിടെ, ഈ ബ്ലോക്കിന്റെ ക്ലാസ്സസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത നാളെ അടുത്ത സെഷൻ ബ്ലോക്ക് 6 ആയിരിക്കും. ബ്ലോക്ക് 6 അരുൺ സാർ ആയിരിക്കും എടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മൺഡേ ട്യൂസ്ഡേ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഷെഡ്യൂൾ നോക്കിയാൽ മതി. വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫർദർ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. ക്ലാസ്സൊക്കെ തീർന്നു. ആരാണ് ഇതിനകത്തിരുന്ന് ഉറങ്ങണേ? പൊയ്ക്കോ വീട്ടിൽ പൊയ്ക്കോ. റെക്കോർഡ് ക്ലാസ് നിങ്ങൾ എൻ്റെ മെയിലിലോട്ടൊന്ന് മെസ്സേജ്, മെയിലല്ല, ആ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഏത് LSC ആണെന്ന് പറഞ്ഞാൽ മതി. റെക്കോർഡ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതിന് ലിങ്ക് ഞാൻ ഇട്ട് തരാം.